Latin word, two Latin words. One is com and another one is Spanish, which means together for bread. പണ്ട് ആൾക്കാർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ആ രീതിയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നതെങ്കിൽ പിന്നീട് കമ്പനി എന്ന രീതിയിൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് വന്നപ്പോൾ അതിന്റെ അർത്ഥം എന്തായിട്ട് മാറി? ഒരു കൂട്ടം ആൾക്കാര് പണമോ പണത്തിന് തത്തുല്യമായ ഒരു സാധനങ്ങളോ ഒരു കോമൺ സ്റ്റോക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാവുന്ന ബിസിനസ് ഉണ്ടാക്കാൻ ബിസിനസ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കമ്പനി എന്ന് പറയാം എന്നാക്കി മാറ്റി. എന്നാൽ ഹാൽസ്ബറി ലോ ഓഫ് ഇംഗ്ലണ്ട് പറയുന്നത് എന്താണ്? കമ്പനി എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് മെനി ഇൻഡിവിജ്വൽസ് യുണൈറ്റഡ് ഇൻടു വൺ ബോഡി അണ്ടർ സ്പെഷ്യൽ ഡിനോമിനേഷൻ. ഒരു കൂട്ടം ആൾക്കാരെ ഒരു പുതിയ പേരിൽ അവരെന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. അതിനെന്തുണ്ട്? ആ പുതിയ ഡിനോമിനേഷൻ എന്തുണ്ട്? പെർപെച്വൽ സക്സഷൻ ഉണ്ട്. അതിനൊരു ആർട്ടിഫിഷ്യൽ ഫോമാണ്. റിലയൻസിന്റെ രൂപം എന്താണ്? അതിന്റെ കണ്ണ് എങ്ങനെ ഉണ്ടാവുക? മൂക്ക് എങ്ങനെ ഉണ്ടാവുക? റിലയൻസിന്റെ അറിയോ? ഒരു ആർട്ടിഫിഷ്യൽ ഫോം അല്ല. രണ്ട് മൂക്കൊക്കെ ഉണ്ടോ അതിന്? പെർപെച്വൽ സക്സഷൻ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫോം ആണ് അതിനുണ്ടാവുക ആ ഡിനോമിനേഷന്. Then vested by the policies of law with the capacity of acting in several respects as individual, particularly for taking and granting property and contracting obligation, and for suing and be sued, for enjoying privileges and immunities in common and exercising a variety of political right. വളരെ സിമ്പിൾ ആയിട്ട് ഹാൽസ്ബറി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞേ? ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേർന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിനോമിനേഷൻ ഉണ്ടാക്കുന്നു. ആ സ്പെഷ്യൽ ഡിനോമിനേഷൻ എന്തുണ്ട്? പെർപെച്വൽ സക്സഷൻ ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഫോം ആണുള്ളത് ആണ്. ഇവരൊരു ബിസിനസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ഉപയോഗിക്കാൻ അവർ പ്രത്യേക നിയമങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യാൻ പറ്റും, കേസുകൾ കൊടുക്കാൻ പറ്റും, കേസുകൾ കൊടുക്കപ്പെടാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? പല പല നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല പ്രിവിലേജുകളും പൊളിറ്റിക്കൽ റൈറ്റുകളും അവർക്ക് ഉണ്ടായിരിക്കും എന്ന് ഹാൽസ്ബറി വളരെ ഡീപ്പായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ വേഴ്സസ് സിറ്റിയുടെ കേസിൽ പറയുന്നത് വളരെ ക്ലിയർ. പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ പൊളിറ്റിക്കൽ റൈറ്റ്? ഒന്നെന്താണ്? വോട്ടിംഗ് റൈറ്റ് ആണ്. അവിടെയാണ് ഈ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന്റെ കേസിൽ പറയുന്നത്. എന്താ പറയുന്നത്? നോ, ഒരു കമ്പനി എന്തല്ല, ഒരു സിറ്റിസൺ അല്ല. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റ് ഇല്ല. പക്ഷെ അവർക്ക് എന്ത് റൈറ്റ് ഉണ്ട്? റെസിഡൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഒരു കമ്പനി ഇന്ത്യൻ കമ്പനി എന്ന് പറയാം, പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? കേക്കട്ടെ, സാർ പറഞ്ഞതല്ലേ ഇത്? എന്തൊക്കെയാ? കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അല്ലെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, കോമൺ സീല്, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇതൊക്കെ ആരുടെയാണ്? കമ്പനിയുടെ. ഓരോന്നായിട്ട് പറയട്ടെ ഒന്നും കൂടി. ഒന്ന്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മനസ്സിലായില്ലേ? രണ്ട്, പെർപെച്വൽ സക്സഷൻ മനസ്സിലായില്ലേ? മൂന്ന്, ലിമിറ്റഡ് ലയബിലിറ്റി മനസ്സിലായില്ലേ? എത്ര ലിമിറ്റഡ് ലയബിലിറ്റി എങ്ങനെ ഉണ്ടാവുക? രണ്ട് തരത്തിലുണ്ടാവും. ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. എന്താ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാല്? ഏതെങ്കിലും ഒരാള് ഒരു കമ്പനിയുടെ മെമ്പർ ആകുന്ന സമയത്ത് എത്രമാത്രം ഷെയർ ആണോ അയാൾ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഷെയറിന്റെ പണം കൊടുക്കാൻ മാത്രമാണ് അയാൾക്ക് ലയബിലിറ്റി ഉള്ളത്. അതിനെയാണ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇപ്പൊ എന്താ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല്? ഡെഫിനറ്റ് ആയിട്ടും ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ ഒരു കമ്പനിയുടെ മെമ്പർ ആകുന്ന സമയത്ത് എത്രമാത്രം ഷെയർ ആണോ നിങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ പണം അതിന് കൊടുക്കാൻ നിങ്ങൾ അധികാരമുണ്ട്. അതിന് പുറമെ ഈ കമ്പനി എങ്ങാനും വൈൻഡപ്പ് ആവുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ട് കൂടെ ഞാൻ കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി നമുക്ക് എന്ത് പറയും? ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പൊ ലയബിലിറ്റീസ് എന്തൊക്കെ ഉണ്ടായിരിക്കും? ലിമിറ്റഡ് ബൈ ഷെയർസും ഉണ്ടായിരിക്കും, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എല്ലാ കമ്പനിയിലും പറ്റുമോ? പ്രൈവറ്റ് കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? കണ്ടോ, പറ്റില്ലല്ലോ. പറ്റും. ഇതാണ് ഞാൻ അപ്ലൈ നിങ്ങൾ പറ്റിച്ചു വെച്ചത്. നിങ്ങൾ തന്നെ പറഞ്ഞില്ല പ്രൈവറ്റ് കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്തൂടെ? റെസ്ട്രിക്റ്റഡ് ആണ്. റെസ്ട്രിക്ഷൻ ഡസ് നോട്ട് മീൻ പ്രൊഹിബിഷൻ അല്ലേ? ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കോമൺ സീല്. എന്താ ഈ കോമൺ സീല്? ഇന്നിപ്പോ കോമൺ സീൽ ഒന്നുമില്ല. ഉണ്ടോ? സീലൊന്നും വേണ്ട, നമുക്ക് ഇലക്ട്രോണിക് അല്ലേ. പക്ഷേ നമ്മളൊരു നിങ്ങൾ എന്താണ് ഡിഗ്രിയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ, പ്ലസ് ടുവിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അറിയുന്ന ഒരാളൊരു സീലൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ ഷൂസ് വരച്ചിട്ടുണ്ടാവില്ലേ? യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ എംബോസ്ഡ് സീലാണ്. എന്താ എംബോസ്ഡ് പറഞ്ഞാൽ? പേപ്പറിൻ്റെ അടിയിൽ ഒരു സാധനം വെച്ചിട്ട് ആ സീലിങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിനാണ് കോമൺ സീല്. കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടെങ്കിൽ കോമൺ സീൽ ഉണ്ട്. ദെൻ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. മനസ്സിലായില്ല എന്താണെന്നുള്ളത്? ദെൻ
സെപ്പറേറ്റ് പ്രോപ്പർട്ടി, കമ്പനിയുടെ പ്രോപ്പർട്ടി വേറെയാണെന്ന്, ആന്റിലിയ വേറെയാണെന്നും റിലയൻസ് വേറെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇവരെന്താണ്, ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, ഒരു കമ്പനി എന്താണ്, നിയമത്തിന്റെ മുമ്പിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കമ്പനീസ് ആക്ട് പ്രകാരം ഏതൊക്കെ കമ്പനികളാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? കമ്പനീസ് ആക്ട് പ്രകാരം ഏതൊക്കെ തരം കമ്പനികൾ രജിസ്റ്റർ ചെയ്യാം? പറഞ്ഞില്ലേ ഞാൻ, പറയൂ. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനി എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? ഒറ്റ മെമ്പറേ ഉണ്ടാവുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടാവോ വൺ പേഴ്സൺ കമ്പനിയിലെ? വേറെ ആരെങ്കിലും ഉണ്ടാവും? ഒരു മെമ്പറും ഉണ്ടാകും. നിർബന്ധമായിട്ടും വേറെ ഒരു കമ്പനിക്കും വേണ്ടാതെ ഒരു നോമിനിയും വേണം. പ്രൈവറ്റ് കമ്പനി എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? മാക്സിമം എത്ര ആളാവാം? 200. പബ്ലിക് കമ്പനിയിലോ 7. മാക്സിമം എത്ര ആവാം? 3 തരം കമ്പനികളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഒരു കമ്പനി എങ്ങനെ രൂപീകരിക്കാൻ നോക്കുക നമുക്ക്. ഇപ്പൊ കമ്പനി എന്താണെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് സെലക്ടഡ് മനസ്സിലാക്കിയല്ലേ? ഒരു കമ്പനി ഉണ്ടാക്കിയാലോ? ഒരു കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം എന്താ വേണ്ടേ ഒരു കമ്പനി ഉണ്ടാക്കാൻ? ഒരു കമ്പനി ഉണ്ടാക്കാൻ ആദ്യം എന്താ വേണ്ടേ? എന്താ ആദ്യം വേണ്ടേ? ഐഡിയ ഒന്നും വേണ്ട. ഒരു കമ്പനി ഉണ്ടാക്കാൻ ആദ്യം എന്താ വേണ്ടേ? ഒരു പേര് വേണ്ടേ? പിന്നെന്താ വേണ്ടേ? ഒബ്ജക്റ്റീവ് വേണ്ടേ? ഇത് രണ്ടുമല്ല ആദ്യം വേണ്ടേ? ആദ്യം ഒരു പേര് വേണം, വേണ്ടേ? പിന്നെ ഒബ്ജക്റ്റീവ്, എന്തിനാണ് ഈ കമ്പനി രൂപീകരിക്കുക? അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒരു കമ്പനി നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? കമ്പനികൾ, പബ്ലിക് കമ്പനിയിൽ എത്ര ആൾക്കാരുണ്ടെന്നാ പറഞ്ഞേ? 7-ലധികം ആൾക്കാരാകാം. പ്രൈവറ്റ് കമ്പനിയിൽ 2-ലധികം ആൾക്കാരാകാം. വൺ പേഴ്സൺ കമ്പനിയിൽ ഒരു കമ്പനി ആകാം. ഒരു കമ്പനി എന്തിനാ ഫോം ചെയ്യുന്നത്? ലോഫുൾ പർപ്പസിന് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. എ കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലോഫുൾ പർപ്പസ് ബൈ സബ്സ്ക്രൈബിംഗ് names to a memorandum and complying with the requirements of act. അത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മെമ്മോറാണ്ടം എന്ന വാക്ക് പറയണ്ട. എന്താ മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാല്? ഒരു കമ്പനിയുടെ ചാർട്ടർ ഡോക്യുമെന്റ് ആണ്. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ജാതകം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ജാതകമൊക്കെയാണ് എന്ത്? മെമ്മോറാണ്ടവും ആർട്ടിക്കിളും ഒക്കെ. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ ഏത് ഡോക്യുമെന്റിന്റെ മുകളിലാണോ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് അതിനെ പറയുന്ന പേര് എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ചാർട്ടർ ഡോക്യുമെന്റ് ആണ്. Based on memorandum, we are supposed to understand the powers of the company. അല്ലേ? Then articles എന്താണ്? ഈ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള പ്രൊസീജറൽ ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾസിൽ പറഞ്ഞ 2 ഡോക്യുമെന്റ്സ് ആണ് ഒരു കമ്പനിക്കുള്ളത്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അപ്പൊ എന്താ ചെയ്യുന്നത്? മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു നിയമപരമായ കാര്യത്തിന് വേണ്ടി മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തുകൊണ്ട് ഒരു കമ്പനിയെ രൂപീകരിക്കുന്നു. ലോഫുൾ പർപ്പസിന് വേണ്ടി മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം? സൈൻ ചെയ്യാം. മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ട് നമ്മൾ കമ്പനിയെ രൂപീകരിക്കുന്നു. സോ നമുക്ക് ലഞ്ചിന് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് വ്യത്യസ്തതരമായ കമ്പനികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിർത്തിയത്. ഇനി നമ്മൾ നോക്കുന്നത് കമ്പനികൾ 3 തരത്തിലുണ്ടെന്ന് 2 തരത്തിലുണ്ടെന്ന് അത്രേ പറഞ്ഞില്ല. എന്താ? ലിമിറ്റഡ് ബൈ ഷെയർസും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതുപോലെ 3ാമത്തെ കമ്പനി കൂടിയുണ്ട്, അൺലിമിറ്റഡ് കമ്പനി. എന്താ ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ആണോ, അവർ എത്രമാത്രം ഷെയർസ് ആണോ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പൈസ മാത്രമാണ് അവരുടെ ലയബിലിറ്റി എങ്കിൽ അത് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയാം. ഒരു ഉദാഹരണം, രാജീവ് സാറിന്റെ കമ്പനിയുടെ 1 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞു എന്ന് കരുതുക. ആ കമ്പനിയിൽ ഞാൻ അവർ തുടക്കത്തിൽ എന്ത് പറഞ്ഞു? സാർ 1 ലക്ഷം മുഴുവൻ വേണ്ട കേട്ടോ, 50,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ 50,000 രൂപ കൊടുത്തു. 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, 50,000 രൂപ കൊടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യാണ്, കമ്പനി കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ലൈബിലിറ്റി എത്രയാണ്? ഞാൻ എത്ര പൈസ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്? 50,000 രൂപ. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപയിൽ എത്ര ഞാൻ കൊടുത്തിട്ടുള്ളൂ? 50,000 കൊടുത്തുള്ളൂ. ബാക്കി കൊടുക്കാനുള്ളതല്ല എന്റെ ലൈബിലിറ്റി. നേരെ തിരിച്ചറിയുക. ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് 1 ലക്ഷം രൂപയും കൊടുത്തു. കമ്പനി 1 കൊല്ലം കഴിഞ്ഞ് കൂട്ടുന്നു. കമ്പനിക്ക് ഭയങ്കര നഷ്ടമുണ്ട്. എന്റെ ലൈബിലിറ്റി എത്രയാ? 0. എനിക്ക് ഒരു ലൈബിലിറ്റി ഇല്ല. എന്തുകൊണ്ടാണ്? ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ഞാൻ കൊടുത്തു. ഇനി 2ാമത്തെ സിറ്റുവേഷൻ എടുക്കാം. ഞാൻ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി.
ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നോക്കൂ ഞാനിപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാപിറ്റലായിട്ട് തരാം. പുറമെ നിങ്ങൾ അഥവാ കമ്പനി ഞാൻ അടുത്ത 2 കൊല്ലം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡീഷണൽ ആയിട്ട് പൈസ ആവശ്യമാണെങ്കിൽ 1 ലക്ഷം രൂപ കൂടി ഞാൻ മാക്സിമം ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാനൊരു ആ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യം 50,000 രൂപ അവർ വാങ്ങി, ബാക്കി 50,000 വാങ്ങിയില്ല. കമ്പനി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പൂട്ടി. അവരോട് 2 ലക്ഷം രൂപ ചോദിച്ചു. ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ഞാനൊരു കമ്പനിയിലെ ഷെയർ ഹോൾഡറായിട്ട് ജോയിൻ ചെയ്യുന്നു. 1 ലക്ഷം രൂപയാണ് ഷെയറിന് ഞാൻ കൊടുക്കേണ്ടത്. ഞാൻ 50,000 രൂപ കൊടുത്തു. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, അഥവാ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ 1 ലക്ഷം രൂപ കൂടി ഞാൻ തരാം. അഡീഷണൽ ആയിട്ട് 1 ലക്ഷം രൂപ കൂടി ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്റെ സിറ്റുവേഷൻ എന്താണ്? 1 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങി 50,000 രൂപ പൈസ കൊടുത്തിട്ടുണ്ട്, 50,000 കൊടുക്കാറുണ്ട്. ഇനി അഥവാ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപ കൂടി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി വൈൻഡപ്പ് ഈ സമയത്ത് അവർ പറഞ്ഞത് കമ്പനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായി, രാജേഷ് സാർ 2 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? എത്ര കൊടുക്കാൻ ബാധ്യസ്ഥൻ? 1,50,000. ഷെയറിൽ കൊടുക്കാനുണ്ട് 50,000, പിന്നെ ഗ്യാരണ്ടി ആയിട്ടുള്ള 1 ലക്ഷം. ഇതിന് നമ്മൾ എന്ത് പറയും? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ചില കമ്പനികളിൽ എന്തായിരിക്കും, ആ കമ്പനിയുടെ ലയബിലിറ്റി ക്ലോസ്, അതായത് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ 6 ക്ലോസുകളുണ്ട്. നെയിം ക്ലോസ്, പേരിന്റെ ക്ലോസ്, സിറ്റുവേഷൻ, അതിന് എവിടെയാണ് സ്ഥലം എന്നുള്ളത്, ഒബ്ജക്ട് ക്ലോസ്, അതെന്തിനാണ് രൂപീകരിച്ചെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ക്ലോസ്, എത്രമാത്രം ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ലയബിലിറ്റി ക്ലോസ്, എന്താണ് ഒരു ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി ആണോ ഗ്യാരണ്ടി ലയബിലിറ്റി ആണോ എന്ന് പറയുന്നത്, ദെൻ അസോസിയേഷൻ ക്ലോസ്, ആരൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലോസ് ഉള്ള ഒരു കമ്പനിയിൽ അതിന് ലയബിലിറ്റി ക്ലോസിൽ പറയുകയാണ് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് പറയും? നമ്മൾ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയും. ഇപ്പൊ ഏതൊക്കെ തരം കമ്പനിയാണുള്ളത്? ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് കമ്പനി എന്തായിരിക്കും? ലിമിറ്റഡ് ബൈ ഷെയർസും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ടാകും. പിന്നെ എന്താ? അൺലിമിറ്റഡ് കമ്പനി. ബേസ്ഡ് ഓൺ ലയബിലിറ്റി the companies can be divided into 3 types. One is limited by shares, limited by guarantee and unlimited company. Okay, കമ്പനിയെ നമുക്ക് വീണ്ടും ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നാണ്. കമ്പനിയെ നമുക്ക് പല രീതികളിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലയബിലിറ്റി മോഡൽ നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ഇനി കമ്പനികളെ നമുക്ക് എന്താണ് മറ്റു പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ട് ഒരു നിയമം, ഏതെങ്കിലും ഒരു നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്ത കമ്പനി ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഒരു ഗവൺമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ ഉദാഹരണം പറയാൻ പറ്റുമോ? LIC, ONGC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇതൊക്കെ എന്താണ്? ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത കമ്പനി. എന്ത് കമ്പനി എന്താ പറയാ? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇലക്ട്രിസിറ്റി കമ്പനി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ് കേട്ടോ. ICSI സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് കേട്ടോ. സോ ഒരു പാർലമെന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ, ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ, ഒരു പാർലമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലിയോ അവർ പാസ്സാക്കുന്ന നിയമപ്രകാരം ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയാം. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി. അപ്പൊ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളെ നമുക്ക് എന്ത് പറയാം? രജിസ്റ്റേർഡ് കമ്പനി. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് റിലയൻസോ ടാറ്റോ എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇൻകോർപ്പറേഷന്റെ ബേസിസിൽ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി, ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി, അല്ലെങ്കിൽ ഒരു നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി, ലോ പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി. ഇനി ലയബിലിറ്റിയുടെ ബേസിൽ നമുക്ക് കമ്പനികളെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? രാജു സാർ പറഞ്ഞില്ലേ, ഒന്ന് അൺലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനി. ദെൻ മറ്റുള്ള കമ്പനികൾ ഏതൊക്കെയാണ്? ഒന്ന് സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് സെക്ഷൻ 8 കമ്പനി? സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ it is formed for promoting ഇതിനെ കോമേഴ്സ്, ആർട്ട്, സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, ചാരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറൺമെന്റ് എക്സെട്ര. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കേട്ടോ, ഒരു 2-3 എഴുതുക. ചാരിറ്റിക്കാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഉദാഹരണത്തിന് സയൻസ്, കോമേഴ്സ്, റിലീജിയൻ, എൻവയറൺമെന്റ്, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനികൾ, അതുപോലത്തെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കമ്പനിക്ക് ഒന്നും ഓർക്കണമെന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ പ്രോഫിറ്റ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞ സെക്ഷൻ കമ്പനിയുടെ അവരുടെ തന്നെ ഒബ്ജക്റ്റീവിന് വേണ്ടി ഉപയോഗിക്കും. ഇവിടെ കൊടുക്കാൻ പറ്റുമോ?
ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. അവരുടെ പേരിൽ എന്ത് വേണ്ട? ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊന്നും വേണ്ടതില്ല. പിന്നെയുള്ള കമ്പനി ഏതാ? ഫോറിൻ കമ്പനി. എന്താ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ? നമുക്കാണെന്ന് ഫോറിൻ കേട്ട ഭയങ്കര ഇഷ്ടം അല്ലേ? നമുക്ക് ഫോറിൻ സ്പ്രേ, ഫോറിൻ ചോക്ലേറ്റ്, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഇഷ്ടം. എന്താ ഫോറിൻ കമ്പനി? ഇന്ത്യ അല്ലാത്ത വേറൊരു രാജ്യത്തിലെ നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ഒരു ബിസിനസ് പ്ലേസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയും? അതിനെ ഫോറിൻ കമ്പനി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. അതൊക്കെ പഠിക്കാം. ഇതൊന്നും ബയാറ്റ് പഠിക്കുന്ന കാര്യം. നമ്മളിതൊക്കെ പണ്ട് ബയാറ്റ് പഠിച്ചോണ്ടാണ് ഒപ്പം അതേപോലെ പറഞ്ഞതോ ഒന്നും പറയണ്ട, നിങ്ങളുടെ വാക്കിൽ പറഞ്ഞോളൂ. സോ ദർ ഈസ് നോ നീഡ് ദാറ്റ് ആക്ച്വലി ഇതിലെഴുതിയ അതേ ഭാഷ തന്നെ റൂപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഒരു ടെലഗ്രാം ലിങ്ക് അയച്ചു തരും. നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ ടെലഗ്രാം ലിങ്ക് അയച്ചു തരും. 2 ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും രാവിലെ ഞാനതിൽ പോസ്റ്റ് ചെയ്യും. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, മലയാളം ഒന്നും പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. മലയാളം ഹിന്ദി ഒന്നും കിട്ടില്ല. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അത് മോസ്റ്റ് പ്രോബബിളി ഒരു ന്യൂസ് പേപ്പറും ഒരു ബിസിനസ് ന്യൂസ് പേപ്പറും ആയിരിക്കും. അത് രണ്ടും നിങ്ങൾ അന്ന് രാവിലെയോ വൈകിട്ടോ വായിക്കണം, നിർബന്ധം. അതെന്തിനാ വായിക്കാൻ? രാജീവ് സാർ വായിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങളുടെ വെക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ ഭാഷയിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വെക്കാബുലറി വേണ്ടേ? വാക്കുകൾ വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് വാക്കുകൾ എഴുതാൻ കിട്ടുക ഡിക്ഷണറി നോക്കി ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമോ? നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. ഇപ്പൊ തൃശ്ശൂരുകാർ സംസാരിക്കുന്ന രീതിയും പാലക്കാടുകാരൻ സംസാരിക്കുന്ന രീതിയും വള്ളുവനാട്ടുകാരൻ സംസാരിക്കുന്ന രീതിയും അവർ പുസ്തകം നോക്കി പഠിച്ചതാണോ? അല്ലല്ലോ. ആണോ? അല്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് വെക്കാബുലറി വേണം. വെക്കാബുലറി ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനോടൊപ്പം ഇൻഫർമേഷനും വേണം. ഇപ്പൊ ജിയോയുടെ IPO വരുന്നു, എന്ന് തുടങ്ങും, എന്താണ് നടക്കാൻ പറ്റുന്നത് നമുക്ക് അറിയണ്ടേ? വേണ്ടേ? അപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുക. ആദ്യമൊന്നും ന്യൂസ് പേപ്പർ നിങ്ങളോട് സംസാരിക്കില്ല. ന്യൂസ് പേപ്പർ നിങ്ങളോട് പടങ്ങും. നിങ്ങൾ ന്യൂസ് പേപ്പറോട് പടങ്ങും. പക്ഷെ മെല്ലെ മെല്ലെ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് മാറും ന്യൂസ് പേപ്പർ. യു മസ്റ്റ് റീഡ്. കാരണം നിയമം ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു കോടതി എടുക്കുന്ന തീരുമാനമായിരിക്കില്ല വേറൊരു കോടതി എടുക്കുന്നത്. നമ്മൾ ആരാണ്? നമ്മൾ ലീഗൽ പേഴ്സൺസ് ആണ്. അന്നത്തെ നിയമം നമ്മൾക്ക് അറിയില്ലെങ്കിലോ കിട്ടൂലേ? സോ വി സപ്പോസ് ടു റീഡ് ന്യൂസ് പേപ്പർ കേട്ടോ. ഈ ന്യൂസ് പേപ്പർ ഫ്രീ ആണ്. ഞാൻ അയച്ചു തരും. എല്ലാ ദിവസവും ഒരേ ന്യൂസ് പേപ്പർ അല്ല അയക്കാൻ. ഇന്നിപ്പോൾ മിനിറ്റ് ആണ് അയച്ചിട്ടുള്ളെങ്കിൽ നാളെ ഇക്കണോമിക് ടൈംസ് ആയിരിക്കാം, മറ്റു ദിവസം ബിസിനസ് സ്റ്റാൻഡേർഡ് ആയിരിക്കാം, അവർക്ക് ബിസിനസ് ലൈൻ ആയിരിക്കാം. ഇതിന് വേണ്ടിയിട്ടാണ്. ഓരോ ന്യൂസ് പേപ്പറിനും അവർക്കൊരു സ്വഭാവമുണ്ട്. ഓരോ ന്യൂസ് പേപ്പറിനും സ്വഭാവമാണ്. മാതൃഭൂമിയുടെ സ്വഭാവമാണോ മനോരമയ്ക്കുള്ളത്? മനോരമയുടെ സ്വഭാവമാണോ വീക്ഷണത്തിനുള്ളത്? ഇവരുടെ സ്വഭാവം പഠിക്കാനാണോ നമ്മൾ പേപ്പർ വായിക്കുന്നത്? ആണോ? അല്ല. നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനാണ്. അപ്പൊ ഞാൻ ലോകത്ത് പബ്ലിഷ് ചെയ്യുന്ന ഏത് ന്യൂസ് പേപ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഐ റിപ്പീറ്റ്, ലോകത്ത് പബ്ലിഷ് ചെയ്യുന്ന ഏത് ന്യൂസ് പേപ്പറും മാഗസിനും ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ ഞാൻ ഇന്ത്യയിലെ രണ്ടെണ്ണം അയച്ചത് നിങ്ങൾക്ക് വാൾ സ്ട്രീറ്റ് ജേർണൽ വേണോ, ഫിനാൻഷ്യൽ ടൈംസ് വേണോ വായിക്കാൻ തോന്നുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ അയച്ചുതരാം. യു റീഡ് ഇറ്റ്. വായിച്ചാലേ വളരുള്ളൂ. വായിച്ചില്ലെങ്കിൽ വളരില്ല. വായിച്ചു വളരണം നമ്മൾ. ഞങ്ങളൊക്കെ വായിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടെ. പുസ്തകങ്ങൾ ഇത്രയും പുസ്തകങ്ങൾ വായിച്ച് തള്ളുമായിരുന്നു. ഇന്നോ നമ്മൾ വായിക്കുന്നുണ്ടോ? വി നെവർ റീഡ്. സോ റീഡ്. Reading will improve your vocabulary. The vocabulary will help you to ശരിക്കും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പ്രസന്റ് ചെയ്യാൻ നിങ്ങളെ vocabulary സഹായിക്കും. So this is my serious advice to you. Foreign company section 2 subsection 42 section 2 subsection 42 കമ്പനീസ് ആക്ടിൽ പറയുന്നതാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. ഒരു ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഹാസ് എ ബിസിനസ് പ്ലേസ് ഇൻ ഇന്ത്യ. ഒരു ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തിലെ നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയോ കോർപ്പറേഷനോ ഏതിനാണോ ഇന്ത്യയിൽ ഒരു ബിസിനസ് പ്ലേസ് ഉള്ളത്, അത് ഫിസിക്കൽ ആയിട്ടാകാം ഇലക്ട്രോണിക് ആയിട്ടാകാം, അങ്ങനെ ഒരു ഓർഗനൈസേഷനെ നമ്മൾ എന്ത് പറയുന്നു? നമ്മുടെ ഫോറിൻ കമ്പനി എന്ന് പറയുന്നു. ഒരു ഉദാഹരണം പറയട്ടെ. ആന്റ് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ആന്റ് ഗ്രൂപ്പ്. ആന്റ് ഉറുമ്പുറുമ്പ്. ഇപ്പൊ നിങ്ങൾ ഈ കേക്കൊക്കെ കഴിച്ചിട്ട് ഉറുമ്പുണ്ടായി കൂടെ? ആന്റ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടോ? ആരുടെ ഗ്രൂപ്പാ? സലാം എന്നുള്ള പാട്ടൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ ഉത്തരം പറയാൻ കേട്ടോ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കുന്നത് എവിടെയെങ്കിലും ഒക്കെ പ്രൂവ് ഉണ്ടാവും. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഒരു ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തെ നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഏതിനാണോ ഇന്ത്യയിൽ ഫിസിക്കൽ ആയിട്ടോ ഇലക്ട്രോണിക് ആയിട്ടോ ഒരു ബിസിനസ് പ്ലേസ് ഉള്ളത്, അതിനെ നമുക്ക് എന്ത് പറയാം? ഫോറിൻ കമ്പനി എന്ന് പറയാവുന്നതാണ്. പ്രൊഡ്യൂസർ കമ്പനി.
എന്താ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞാൽ? കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 378B പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനി. ഇത് ശരിക്കും എന്താണ് നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം പോലെയാണ്. അതായത് ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്തെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഫി ഗ്രോവേഴ്സ്, ടീ ഗ്രോവേഴ്സ്, റബ്ബർ ഗ്രോവേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ കിട്ടുന്നതിനും വേണ്ടി അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. അതിന് പകരം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ് കമ്പനീസ് ആക്ടിലുള്ള ഫോമിന്റെ പേരെന്താണ്? പ്രൊഡ്യൂസർ കമ്പനി. സോൾ പ്രോപ്പർട്ടർഷിപ്പ് എന്തായി? 1% കമ്പനി. പാർട്ണർഷിപ്പ് എന്തായി? LLP. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായി? പ്രൊഡ്യൂസർ കമ്പനി. 378B എന്ന് പറയുന്ന സെക്ഷനിലാണ് പറയുന്നത്. അതായത് ഇപ്പോ കാർഡമം പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരിക്കും. ഈ കാർഡമം ഉണ്ടാക്കുന്ന ആൾക്കാരെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും തൈ കിട്ടുന്നതിനും മാർക്കറ്റിങ്ങിനും മെഷീനറി വാങ്ങുന്നതിനും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടി പൈസ കൊടുക്കുന്നതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് മാത്രമായിരിക്കും എന്തായാലും ഗ്രോവേഴ്സ് മാത്രമായിരിക്കും അതിന്റെ മെമ്പേഴ്സ്. അതുപോലെ ആ കാർഡമം പ്രൊഡ്യൂസേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാം? കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി രൂപീകരിക്കാം. അതിന്റെ പേരാണ് പ്രൊഡ്യൂസർ കമ്പനി. അപ്പൊ എന്തായാലും ഒന്നും കൂടി കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ഫോമായി അതിന് അവർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊഡ്യൂസർ കമ്പനി 378B. ദെൻ അടുത്തത് ഏതാ? നിധി കമ്പനി. എന്താ നിധി എന്ന് പറഞ്ഞാല്? നിധി കാക്കുന്ന ഭൂതം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർക്കാർ നിധിയെ കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത്. കുറിയും നിധിയും പിന്നെ ജ്വല്ലറിയും തൃശ്ശൂരിന്റെ മാത്രമാണ്. തൃശ്ശൂർ തിരിഞ്ഞ കുറിക്കമ്പനി അല്ലേ? ആണല്ലേ? അവൾ ആലോചിക്കാൻ, ഞാൻ തൃശ്ശൂർക്കാരല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറിക്കമ്പനികളുള്ളത് തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിധി കമ്പനികളുള്ളതും തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ളതും തൃശ്ശൂരാണ്. അത് പ്രത്യേക ധ്യാനം. അപ്പോൾ ഈ നിധി കമ്പനി എന്ന് പറഞ്ഞാൽ നിധി നമ്മൾ സാധാരണ നിധി എന്ന് പറയുമ്പോൾ ആർക്കും കിട്ടാതെ നമുക്ക് ഭയങ്കര ലോട്ടറി അടിക്കും പോലെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ഒരു സാധനത്തിനെയാണ് നിധി എന്ന് പറയുന്നത്. എന്നാൽ കമ്പനീസ് ആക്ടിൽ പറയുന്നത് നിധി എന്ന് പറയുന്നത് സെക്ഷൻ 406 പറയുന്നത്. സെക്ഷൻ 406 ഇതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിലെ കമ്പനിയാണ്. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ചെക്ക് ബുക്ക് തരും, ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ്. നോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ബാങ്ക് ചെയ്യുന്ന ചെക്ക് ബുക്ക് അല്ലെങ്കിൽ എന്താണ് പേയ്മെന്റ് ട്രാൻസ്ഫർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി? എക്സാമ്പിൾ മുത്തൂറ്റ്, മണപ്പുറം പോലത്തെ കമ്പനികളൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ ഒരു നിധി കമ്പനി നോൺ ബാങ്കിങ് ഫിനാൻസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ നോൺ ബാങ്കിങ് ഫിനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ കോർ ബിസിനസ് എന്താണ്? അവരുടെ മെമ്പേഴ്സിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അവർക്ക് മാത്രം ലോൺ കൊടുക്കുകയുമാണ്. നോക്കൂ, ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ലോൺ കൊടുക്കാം. എന്നാൽ ഒരു നിധി കമ്പനി എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്പേഴ്സിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും മെമ്പേഴ്സിന് മാത്രം ലോൺ കൊടുക്കുകയും ചെയ്യുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് സെക്ഷൻ 406 പ്രകാരം നിധി കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ? ലിസ്റ്റഡ് കമ്പനി. എന്താണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ? ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയുടെ സെക്യൂരിറ്റീസ് ആണോ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമുക്ക് എന്ത് പറയാം? ലിസ്റ്റഡ് കമ്പനി. ഈ ലിസ്റ്റഡ് എന്ന് വളരെ സിമ്പിൾ ആണ്. ഈ ലുലു മാൾ പോലത്തെ ഒരു മാളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങളുടെ ഷെയർ സെക്യൂരിറ്റികൾ വാങ്ങാനും വിൽക്കാനും പറ്റുമെങ്കിൽ അതിനെ ഷെയർ മാർക്കറ്റ് എന്താ പറയാ. അവിടെ വിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ സ്റ്റോക്കിനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം, അവിടെ വിൽക്കാൻ അവർ സമ്മതിക്കണം. അപ്പൊ അതിന് ചില പ്രോസസ് ഒക്കെ ഫോളോ ചെയ്യണം. അതിനാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് കമ്പനിയുടെ സെക്യൂരിറ്റികളാണോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കമ്പനി നമുക്ക് എന്ത് പറയാം? ലിസ്റ്റഡ് കമ്പനി. വീണ്ടും ഞാൻ പറയണം, പ്രൈവറ്റ് കമ്പനി ലിസ്റ്റഡ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യരുതെന്ന് പറയരുതില്ല. പ്രൈവറ്റ് കമ്പനിക്ക് സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോമൺ തോട്ട് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് കമ്പനിക്ക് മാത്രമേ സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ തെറ്റാണത്. പ്രൈവറ്റ് കമ്പനികൾക്കും സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ ലിസ്റ്റഡ് കമ്പനിയായിട്ട് കണക്കാക്കില്ല. അവർക്ക് ലിസ്റ്റ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനിയുടെ സെക്യൂരിറ്റികളും നമുക്ക് ഇവിടെ കിട്ടും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വാങ്ങാനും വിൽക്കാനും പറ്റും. സ്മാൾ കമ്പനി എന്താണ്? സ്മാൾ കമ്പനി എന്ന് പറഞ്ഞ ഡെഫിനേഷൻ നിങ്ങളുടെ പുസ്തകം നോക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിന്റെ ഡെഫിനേഷൻ തെറ്റാണ്. 440 അല്ല, 10-100 സ്മാൾ കമ്പനി നമ്മളെ സ്മോൾ എന്റർപ്രൈസസ് നമ്മൾ നോക്കിയിരുന്നല്ലോ. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം. എങ്ങനെയാ പഠിച്ചേ? 2.5 × 10 × 10 × 5 എങ്ങനെ പഠിച്ചേ?
അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സ്മോൾ കമ്പനി അല്ല, ഇതെന്താണ്? സ്മോൾ എന്റർപ്രൈസസ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പൊ സ്മോൾ കമ്പനി എന്താണ്? സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാല് സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി, ഏത് കമ്പനിയിലാണോ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയിലും കൂടുതലല്ലാത്തത്. എത്രയാണ്? 10 കോടികൾ. ടെക്സ്റ്റ് ബുക്കില് 4 കോടി, സബ്ജക്ട് മാക്സിമം 10 കോടി എന്ന് പറയുന്നുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയിലും കൂടുതലല്ലാത്തത്. എത്രയാണ്? 10 കോടിയിലും കൂടുതലല്ലാത്തത്. ആൻഡ് ടേൺ ഓവർ എത്രയാണ്? 100 കോടിയിലും കൂടുതലല്ലാത്തത്. ആൻഡ് ആണോ ഓർ ആണോ? ആൻഡ് ആണ്. അതായത് ഏത് കമ്പനിയുടെ ആണോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയിൽ കൂടുതലല്ലാത്തത്, കൂടാതെ ടേൺ ഓവർ 100 കോടിയിലും കൂടുതലല്ലാത്തത്, ആ കമ്പനി നമുക്ക് എന്ത് പറയാം? സ്മോൾ കമ്പനി എന്ന് പറയാം. അപ്പൊ സ്മോൾ കമ്പനി എന്താണ്? 10, 100 അത്രേ ഉള്ളൂ. 440 ആയിരുന്നു, ഇപ്പൊ എത്രയായി? 10, 100. എന്താ 10, 100? 10 ക്യാപിറ്റലും 100 ടേൺ ഓവറും. ആൻഡ് ആണോ ഓർ ആണോ? ആൻഡ്. 10 കോടിയിൽ കൂടുതൽ ക്യാപിറ്റൽ ഇല്ലാത്ത, കൂടാതെ 100 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഇല്ലാത്ത ഒരു കമ്പനിയെ നമുക്ക് എന്ത് പറയാം? ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ അത് സ്മോൾ കമ്പനി അല്ല. 11 കോടിയാണ് ക്യാപിറ്റൽ എങ്കിലോ 90 കോടിയെ ടേൺ ഓവർ ഉണ്ടെങ്കിലോ അത് സ്മോൾ കമ്പനി അല്ല. 10 കോടിയിൽ കൂടാൻ പാടില്ല ക്യാപിറ്റൽ, 100 കോടിയിൽ കൂടാൻ പാടില്ല ടേൺ ഓവർ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്താണ്? സ്മോൾ കമ്പനിയാണ്. ഈ സ്മോൾ കമ്പനിക്ക് എന്തിനാ ഈ സ്മോൾ കമ്പനി എന്ന് പറയാമോ? സ്മോൾ കമ്പനിക്ക് ധാരാളം ബെനിഫിറ്റുകളുണ്ട്, ധാരാളം സഹായം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആ സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്മോൾ കമ്പനി ആക്കുന്നത്. ഈ സ്മോൾ കമ്പനിയിൽ എന്ത് ഉൾപ്പെടില്ല? ഒരു ഹോൾഡിംഗ് കമ്പനി സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കില്ല. ഒരു ഹോൾഡിംഗ്, ഉദാഹരണം പലപ്പോഴും ഉണ്ടാവും, നമ്മൾ പറയില്ലേ അമ്പലത്തിലെ പ്രതിഷ്ഠേനേക്കാളും വലിയ ആളാണ് പൂജാരി എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ചില വീട്ടിൽ പറയാറില്ലേ, ആ കുട്ടി +2 പഠിക്കണമെങ്കിൽ അതിന്റെ വായനാവ് കേട്ട് കഴിഞ്ഞാൽ MBA പഠിക്കുന്ന പോലെ എന്ന് പറയും. ഇതൊന്നും കേട്ടില്ല നിങ്ങൾ ആരും? ഇതൊക്കെ പറയും. അതുപോലെ ചിലപ്പോ ഹോൾഡിംഗ് കമ്പനി ചെറിയ കമ്പനി ആയിരിക്കും, സബ്സിഡറി കമ്പനി വലിയ കമ്പനി ആയിരിക്കും. അപ്പൊ ഒരു ഹോൾഡിംഗ് കമ്പനി ചെറിയ കമ്പനി ആണെങ്കിൽ പോലും ഹോൾഡിംഗ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും കണക്കാക്കില്ല, സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കില്ല. ഒരു സബ്സിഡിയറി കമ്പനി അത് കണക്കാക്കില്ല. സെക്ഷൻ 8 കമ്പനി സ്മോൾ കമ്പനി അല്ല, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള കമ്പനിയും സ്മോൾ കമ്പനി അല്ല. ആരൊക്കെയാണ്? ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, സെക്ഷൻ 8 കമ്പനി, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത കമ്പനി, ഇതൊന്നും സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കില്ല. 4 ആൾക്കാരാണ് ഞാൻ പറഞ്ഞേ: ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, സെക്ഷൻ 8 കമ്പനി, ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള കമ്പനി. ഇതൊന്നും എന്തായാലും കണക്കാക്കില്ല, സ്മോൾ കമ്പനി ആയിട്ട് കണക്കാക്കില്ല. ഇതൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്കൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ചുമ്മാ ഒരു പറഞ്ഞിട്ടുണ്ടാവും, ഇതൊരു എന്താണ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു ആക്ട് പ്രകാരം ഉണ്ടാക്കിയ കമ്പനിയാണ്. പ്ലീസ് ആസ് പെർ ദ എന്താണ് ഡെഫിനേഷൻ ഓഫ് സ്മോൾ കമ്പനി, കൈൻഡ്ലി എക്സ്പ്ലെയിൻ വെദർ ദിസ് ഈസ് എലിജിബിൾ ആസ് എ സ്മോൾ കമ്പനി. എന്തൊക്കെയാണ് ചോദിച്ചാലേ, അല്ലാണ്ട് വാട്ട് ഈസ് സ്മോൾ കമ്പനി എന്ന് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇതൊരു പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കാം. എക്സ് എന്ന് പറയുന്ന കമ്പനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു അപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. സ്മോൾ കമ്പനിക്ക് മാത്രം കിട്ടുന്ന ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ അപ്ലിക്കേഷൻ ആ ഡിപ്പാർട്ട്മെന്റ് അത് റിജക്ട് ചെയ്തിരിക്കുന്നു. ആ റിജക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്കത് കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളൊരു കമ്പനി സെക്രട്ടറി, നിങ്ങളുടെ കമ്പനി കണ്ടന്റ് ചെയ്യുന്നത് ഈ കമ്പനി ഒരു സ്മോൾ കമ്പനിയാണ്, 10 കോടിയും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 കോടി ടേൺ ഓവറും ഇല്ലാത്ത കമ്പനിയാണ്. അതുപോലെ തന്നെ ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് ആകെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത കമ്പനിയുമാണ്. അതുകൊണ്ട് എന്ത് തന്നെയായാലും ഞങ്ങൾക്കത് കിട്ടുമെന്നാണ് നിങ്ങളുടെ കമ്പനി കണ്ടന്റ് ചെയ്യുന്നത്. ആസ് എ കമ്പനി സെക്രട്ടറി അഡ്വൈസ് നൽകുന്നത്. അവിടെ നമുക്കതൊരു സ്പെഷ്യൽ ആക്ട് പ്രകാരം ഒരു കമ്പനിക്ക് സ്മോൾ കമ്പനി ആകാൻ പറ്റില്ല എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആകുന്നത്, ഈ ചെറിയ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആകുന്നത്. പ്രൈവറ്റ് കമ്പനി ഏതാ സെക്ഷൻ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ അല്ലെ? സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഉറക്കത്തിൽ പറയുന്ന സെക്ഷൻ അറിയാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ഏതാ? പബ്ലിക് കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 42 ഏതാ? ഫോറിൻ കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഏതാണ്? പ്രൈവറ്റ് കമ്പനി. എന്താ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാല്? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാണോ അവരുടെ ആർട്ടിക്കിൾസിന്റെ പ്രൊവിഷൻ പ്രകാരം. എന്താ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാല്? ഞാൻ പറഞ്ഞു, മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ ഏത് ഡോക്യുമെന്റ് വെച്ചാണോ ഒരു കമ്പനി രൂപീകരിക്കുന്നത്, കമ്പനിയുടെ അധികാരവും ലയബിലിറ്റിയും ക്യാപിറ്റലും ഒക്കെ മനസ്സിലാക്കിക്കുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം എന്ന് പറയുന്നതെങ്കിൽ ആർട്ടിക്കിൾ എന്താണ്? ആ കമ്പനി മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് പ്രോസസ് ആണ് ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയർ എന്താണ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് ഇത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം വായിക്കാൻ. ഒരെണ്ണം വായിച്ചിട്ട് മറ്റേ തെറ്റാന്ന് പറയരുത്, രണ്ടും കൂടി ചേർത്ത് വേണം വായിക്കാൻ. അപ്പൊ ആർട്ടിക്കിൾസ്
ഏത് കമ്പനിയാണോ അതിന്റെ ആർട്ടിക്കിൾസ് വഴി സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പറയാണ് അവരുടെ കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. ആണോ? തെറ്റാണോ ഞാൻ പറഞ്ഞല്ലേ? എന്താ തെറ്റ്? പ്രൊഹിബിഷൻ ഇല്ല, എന്താ ഉള്ളൂ? റെസ്ട്രിക്ഷൻ. ഏത് കമ്പനിയാണോ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് വഴി അവരുടെ മെമ്പേഴ്സിന്റെ ഷെയറിന്റെ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 200 ആക്കിയിരിക്കുന്നത് അല്ലേ? 1% കമ്പനി ഒഴിച്ച് ബാക്കിയുള്ള 1% കമ്പനി ഒഴിച്ചുള്ള പ്രൈവറ്റ് കമ്പനി, അതിനർത്ഥം 1% കമ്പനി ഏതൊരു കമ്പനിയാണ്? പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷെ 1% കമ്പനി ഒഴിച്ചിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം എത്ര മെമ്പേഴ്സ് ആകാം? 200 മെമ്പേഴ്സ് ആകാം. പ്രശ്നമുണ്ട്. ഈ 200-ൽ ആരൊക്കെ ഉൾപ്പെടില്ല? അറിയണ്ടേ നമുക്ക്? ഈ 200-ൽ ആരൊക്കെ ഉൾപ്പെടില്ല? പ്രസന്റ് എംപ്ലോയീസ് ഹു ആർ ഷെയർ ഹോൾഡേഴ്സ്. പ്രസന്റ് എംപ്ലോയീസ് ഹു ആർ ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയിലുള്ള ഇപ്പൊ ജോലിക്കാർ ആരാണോ നിങ്ങൾ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവരും ഈ 200-ൽ ഉൾപ്പെടില്ല. പിന്നെ ആരും ഉൾപ്പെടില്ല? പാസ്റ്റ് എംപ്ലോയീസ്. നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലിക്കാർ അവര് ജോലിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ആ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരും ആരല്ല? അവരും മെമ്പേഴ്സ് ആയിട്ട് കണക്കാക്കില്ല. മനസ്സിലായോ? ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞേ? ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻ പ്രകാരം അവരുടെ മെമ്പേഴ്സിന്റെ ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടെന്താ പറഞ്ഞേ? മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 200 പേരാണ്. പിന്നെന്താ പറഞ്ഞേ? ഈ 200-ൽ ആരും ഉൾപ്പെടില്ല ഞാൻ പറഞ്ഞേ? 200-ൽ present employees who are shareholders of your company or past employees who were shareholders. അവർ എപ്പോഴാണോ എംപ്ലോയീസ് ആയിരുന്നത് ആ സമയത്ത് വാങ്ങിയ ഷെയർ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അവരും ഇതിൽ ഉൾപ്പെടില്ല. കുറച്ചു മുമ്പ് നമ്മള് ആ കഴിഞ്ഞ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പ്രത്യേകത എന്താ? അവർക്ക് ഈ സോപ്പ് കൊടുക്കാം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ പ്രൈവറ്റ് കമ്പനികളായിരിക്കും. അപ്പൊ എത്രമാത്രം ഈ സോപ്പ് കൊടുത്താലും അവരുടെ പ്രൈവറ്റ് കമ്പനി സ്റ്റാറ്റസ് പോവില്ല. കാരണം എന്താണ്? അവർ എംപ്ലോയീസിനല്ലേ കൊടുക്കണേ. അത് പുറത്തുള്ള ആൾക്കാർ കൊടുത്തതെങ്കിലോ അവർക്ക് പ്രൈവറ്റ് കമ്പനിയുടെ സ്റ്റാറ്റസ് പോവും. സെറോദ എന്നൊരു കമ്പനി കേട്ടിട്ടുണ്ടോ? സെറോദ കേട്ടിട്ടുണ്ടോ? ഒരു ബ്രോക്കിംഗ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബ്രോക്കറാണ്. നിതിൻ കാമത്ത് എന്ന് പറയുന്ന ആളാണ് അതിന്റെ CEO. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ അനിയന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ശമ്പളം 100 കോടി രൂപയാണ് ആ കമ്പനിയിൽ നിന്ന്. അപ്പൊ ചെറിയ കമ്പനി ഒന്നും അല്ലല്ലോ അല്ലേ? അദ്ദേഹത്തെ നിതിൻ കാമത്തിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കേൾക്കണം. അദ്ദേഹത്തിന്റെ വൈഫിന് ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടി തലമുട്ടയടിച്ച് ആ വൈഫിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരാളൊക്കെയാണ്. ഭയങ്കര എന്താണ് എത്തിക്കലായിട്ടൊരു മനുഷ്യനാണ്. പക്ഷെ ബ്രോക്കിങ്ങിലാണ് അദ്ദേഹം ഉള്ളത്. ഈ കമ്പനി ഇന്നൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ 14,000 കോടി രൂപയാണ്. പക്ഷെ അത് ഇന്നൊരു പ്രൈവറ്റ് കമ്പനി. അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 200-ൽ കൂടുതലില്ല. പക്ഷെ ആക്ച്വലി അവർക്ക് 200-ൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. 1000-കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്? ഈ 200-ൽ പുറമെയുള്ള ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ആരാണ്? അവരുടെ പ്രസന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നതിന് വരെ എന്ത് ചെയ്യും? ഷെയർ കൊടുക്കും. ഇപ്പൊ 5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ 2 ലക്ഷം രൂപ കാശായിട്ട് കൊടുക്കും, 3 ലക്ഷം രൂപ ഷെയർ ആയിട്ട് കൊടുക്കും. എന്താ ഗുണം? ഈ ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരായി? അതിന്റെ ഉടമസ്ഥനായില്ലേ? പിന്നെ നിങ്ങൾ ആ കമ്പനി വിട്ടുപോവോ? അപ്പൊ ഈ ടെക്നിക്കാണ്. ഈ സോപ്പ് എന്തിനാ കൊടുക്കുന്നത്? ആ ആൾക്കാർ ലോങ് ടേം നമ്മളിപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു ഓണർഷിപ്പ് ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നിങ്ങളിതൊക്കെ കേട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ജിജ്ഞാസയൊക്കെ ഉണ്ടാവും. സോ വാട്ട് ഐ ആം ട്രൈങ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഈസ്, ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എന്തൊക്കെ 2 കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പ്രകാരം അവരുടെ ആർട്ടിക്കിൾസിൽ അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ 1% കമ്പനി അല്ലാത്ത ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ 200-ൽ ഏതൊക്കെ ഉൾപ്പെടില്ല? പ്രസന്റ് എംപ്ലോയീസ് ഹു ആർ ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടില്ല. പാസ്റ്റ് എംപ്ലോയീസ് അവർ ഷെയർ ഹോൾഡേഴ്സ് ആവുന്ന സമയത്ത് ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും എന്തിൽ ഉൾപ്പെടില്ല? ഈ 200 പേരിൽ ഉൾപ്പെടില്ല. അപ്പൊ ഇപ്പൊ പണിയെടുക്കുന്നവരും മുമ്പ് പണിയെടുക്കുന്നവരും ഉൾപ്പെടില്ല ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ. അതുപോലെ തന്നെ ആർക്കാണോ പബ്ലിക്കിൽ നിന്നും സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്ത് പണം വാങ്ങുന്നതിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പ്രൊഹിബിഷൻ ഉള്ളത് അവരെ നമുക്ക് എന്ത് പറയാം? പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. 3 കണ്ടീഷൻ അല്ലേ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞേ? ഒന്നുകൂടി പറയട്ടെ. 1 റെസ്ട്രിക്ഷൻ, 2 200 മെമ്പർ. എന്താ റെസ്ട്രിക്ഷൻ? ഷെയർ ട്രാൻസ്ഫറിന്. പിന്നെന്താണ്? മാക്സിമം 200 മെമ്പേഴ്സ്. മൂന്നാമത്തെ എന്താണ്? പ്രൊഹിബിഷൻ. എന്തിന്? ഫോർ ഇൻവൈറ്റിംഗ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ് സെക്യൂരിറ്റീസ്.
So restriction 200 prohibition section 2 subsection 68. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എത്ര ആൾക്കാർ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല? 200 മെമ്പേഴ്സേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്. ആരാ മെമ്പർ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണ് നിങ്ങളുടെ മെമ്പർ. നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ, ഡിബഞ്ചർ ഹോൾഡർ നിങ്ങളുടെ മെമ്പർ അല്ല. ഒരു കമ്പനിയുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് 200 മെമ്പേഴ്സേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ എത്ര വേണമെങ്കിലും ആരുണ്ടാകാം? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടാകാം. മറ്റ് ഡിബഞ്ചറുകൾ എത്ര വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം. See, a private company may issue debenture to any number of persons, but an invitation to the public to subscribe debenture is prohibited. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിന് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിന് വേണ്ടി ഇൻവിറ്റേഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ്. അതേസമയം അവർക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാം. പക്ഷെ ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനും അവർ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. അതായത് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഹലോ ആർക്ക് വേണമെങ്കിൽ വാങ്ങാം, ആർക്ക് വേണമെങ്കിൽ വാങ്ങാം എന്ന് പറയാൻ പാടില്ല. ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പബ്ലിക് ഇഷ്യൂ അല്ല. എന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. എന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അതാകാം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിന് വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. 200-ലധികം മെമ്പേഴ്സ് ഉണ്ടായിരിക്കുക. പക്ഷേ അവർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഡിബഞ്ചറുകൾ, ഷെയർ അല്ലാത്ത സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യാം. പക്ഷെ അതൊരിക്കലും പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തിട്ടാവരുത്. എന്റെ വീട്ടിലൊരു സദ്യയുണ്ട്. അത് പബ്ലിക് സദ്യയാണോ പ്രൈവറ്റ് സദ്യയാണോ? പ്രൈവറ്റ്. അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അന്നദാനമുണ്ട്. അത് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? അത്രേ ഉള്ളൂ. ഞാൻ എന്റെ കമ്പനിയുടെ ഷെയർ എനിക്കറിയുന്ന ഒരു 10-100 ആൾക്ക് കൊടുക്കുക, ഡിബഞ്ചർ കൊടുക്കുകയാണെങ്കിൽ അത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. ആർക്ക് വേണമെങ്കിലും വാങ്ങാന്ന് പറഞ്ഞാലോ അത് പാടില്ല പ്രൈവറ്റ് കമ്പനിക്ക്, കേട്ടോ. ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾ. ഇഫ് എ പ്രൈവറ്റ് കമ്പനി, ഏതെങ്കിലും ഒരു തരത്തിലെ ഒരു പ്രൈവറ്റ് കമ്പനി ഈ പറഞ്ഞ 3 കണ്ടീഷൻ ഏതൊക്കെയാണ്? റെസ്ട്രിക്ഷൻ, 200, പ്രൊഹിബിഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാറുന്ന രീതിയിൽ അവരുടെ ആർട്ടിക്കിൾസിനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈവറ്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെടും. അവർ ഓട്ടോമാറ്റിക്കലി എന്തായി കണക്കാക്കും? പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. ഒരു പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനിയുടെ പേരിന്റെ അവസാനം എന്തുണ്ടാകണം? ആ പേരിന്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാകണം. വ്യക്തമായിട്ട് ഒരു പബ്ലിക് കമ്പനി ആണെങ്കിലോ വെറും ലിമിറ്റഡ് എന്നുണ്ടാകും. നോക്കണം നിങ്ങളെ. ഇനി നിങ്ങൾ കാണുന്ന കമ്പനികളുടെ പേര് നോക്കുമ്പോ ലിമിറ്റഡ്, ഇതൊരു ലിമിറ്റഡ് കമ്പനിയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ്, LLP. കേട്ടില്ല നിങ്ങൾ? ഗൾഫിലൊക്കെ കമ്പനി LLC കേട്ടിട്ടുണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നതാണ് അവിടുത്തെ LLC, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, LLC. അമേരിക്കയിലൊക്കെ കമ്പനികളുടെ പേരിന്റെ അവസാനം LLC എന്നാണ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. മിനിമം എത്ര ഡയറക്ടേഴ്സ് വേണം? പ്രൈവറ്റ് കമ്പനി പറയാത്ത കാര്യമാണ്. എത്ര ഡയറക്ടേഴ്സ് വേണം? മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും അവർക്ക് ആവശ്യമായിരിക്കണം. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എത്ര ഡയറക്ടർ വേണമെന്ന് പറഞ്ഞ് മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും വേണം. ഇനി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ആകെ 2 മെമ്പേഴ്സേ ഉള്ളൂവെങ്കിലോ ആ 2 മെമ്പേഴ്സിനും ഡയറക്ടർ ആകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ക്ലിയർ ആണ്? അവസാനം പറഞ്ഞപ്പോൾ ഇത് പറയാത്താണ്. ഒരു പ്രൈവറ്റ് കമ്പനി എത്ര ഡയറക്ടർ വേണം? 2 ഡയറക്ടർ വേണം. ആ 2 മെമ്പേഴ്സ് മാത്രമേ ഒരു കമ്പനിയിൽ ഉള്ളെങ്കിലോ ആ 2 മെമ്പേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്ടർ ആകാവുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞേ പ്രൈവറ്റ് കമ്പനിയുടെ. നിങ്ങൾക്ക് അറിയുന്ന ചില പ്രൈവറ്റ് കമ്പനിയുടെ പേരുകൾ പറഞ്ഞേ. പുസ്തകത്തിൽ പറയണ്ട. നിങ്ങൾക്ക് അറിയുന്ന ചില പ്രൈവറ്റ് കമ്പനികളുടെ പേര് പറഞ്ഞേ. 1-2 പേരെങ്കിലും പറയൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പ്രൈവറ്റ് കമ്പനി എന്ന് പറയാനാണ്. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കമ്പനിയുടെ പേര്. ടാറ്റ സൺസ് എന്ന കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ്. എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? പബ്ലിക് നിന്ന് പണം എടുക്കാത്ത കമ്പനി എന്നാണ് അർത്ഥം. ഇതിൽ പറഞ്ഞ എക്സാമ്പിൾ ഏതൊക്കെയാ? ഫ്ലിപ്കാർട്ട്, ഇതൊരു IPO നടത്താത്ത കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. അതുപോലെ തന്നെ ഓല ഓട്ടോമാറ്റിക് എഞ്ചിൻ പ്രൈവറ്റ് ലിമിറ്റഡ്, ഓലയുടെ ഈ ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കുന്ന കമ്പനിയില്ല അത്.
Then Carrot Lane Trading Private Limited, Zomato, Make My Trip, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു പ്രൈവറ്റ് കമ്പനി. അതിന്റെ അർത്ഥം എന്താണ്? ഈ കമ്പനിയുടെ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിന് വേണ്ടി പബ്ലിക്കിനെ ഇതുവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ആ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയുണ്ട്? 3 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? റെസ്ട്രിക്ഷൻസ് 200, പ്രൊഹിബിഷൻ. മനസ്സിലാവില്ലേ ഇത്? അടുത്തത് പബ്ലിക് കമ്പനി, സെക്ഷൻ 2 സബ്സെക്ഷൻ 71. എന്താണ് ഒരു പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 71 പറയുന്നത്. ഒരു പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? A public company means a company which is not a private company. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഏത് പ്രൈവറ്റ് കമ്പനിയുടേതാണോ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്ത് അതിൽ ഏതെങ്കിലും ഈ 3 കണ്ടീഷൻ ഏതെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? പബ്ലിക് കമ്പനി ആയിട്ട് മാറും. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനിയെയും നമ്മൾ എന്ത് പറയും? പബ്ലിക് കമ്പനി എന്ന് പറയും. എന്താണ് ഡീംഡ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ? ഡീംഡ് പബ്ലിക് കമ്പനി അത് പബ്ലിക് കമ്പനി അല്ല, പക്ഷെ അതിനെ പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. എപ്പോ a company which is subsidiary of a public company shall be deemed to be a public company. നിങ്ങളുടെ കമ്പനി വേറൊരു കമ്പനിയുടെ സബ്സിഡിയറി ആണ്, അതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ, അതൊരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കണക്കാക്കും? പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, നിങ്ങൾ വേറൊരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണ്. ആ ഹോൾഡിംഗ് കമ്പനി, അതാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അതായത് ഏത് കമ്പനിയാണോ നിങ്ങളുടെ കയ്യിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്, ഈ കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്നും നിങ്ങളെ സബ്സിഡിയറി കമ്പനി എന്ന് പറയും. നിങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി ഒരു പബ്ലിക് കമ്പനിയാണ്, നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എന്തായിട്ട് കണക്കാക്കും? പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. നിങ്ങൾ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനി ഏതാ? പബ്ലിക് കമ്പനി അല്ലേ? അപ്പൊ പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയും എന്ത് കമ്പനിയാണ്? പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. ഇതിനെയാണ് ഡീംഡ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. മിനിമം മെമ്പേഴ്സ് എത്ര വേണം പബ്ലിക് കമ്പനിയിലെ? കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ 7, മാക്സിമം പറഞ്ഞിട്ടില്ല. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? പ്രൈവറ്റ് കമ്പനിയിൽ മാത്രമല്ലേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. പബ്ലിക് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സ്പെസിഫിക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. വെസ്റ്റേൺ മഹാരാഷ്ട്ര ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വേഴ്സസ് ബജാജ് ആട്ടോ ലിമിറ്റഡ് ഒരു കേസ് ലോ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കേസ് ലോ ആണ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങളുടെ ഇതിൽ ഷെയർ ചെയ്യും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അത് എടുക്കാം. നിങ്ങൾ ഇനി അഥവാ ഒരു മൊബൈൽ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടാബ് വാങ്ങാം, ടാബ്ലറ്റ് വാങ്ങാം. കാരണം ഇനി വരുന്ന കാലത്തൊന്നും ഈ പ്രിന്റഡ് പുസ്തകങ്ങൾ ആഴ്ചക്ക് വാങ്ങാൻ പറ്റത്തില്ല. വർഷത്തിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറും. പിന്നെ എല്ലാ പ്രിന്റഡ് ബുക്കിനും ഭയങ്കര വാല്യൂ ആണ്. അതിന് പകരം നിങ്ങളൊരു ടാബ്ലറ്റ് വാങ്ങാം. ഇപ്പോൾ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇനി വാങ്ങാൻ പറ്റും. അടുത്ത വീട്ടിൽ പോയി ആഴ്ച ടാബ്ലറ്റ് വാങ്ങാൻ പറ്റും. അടുത്ത എൻ്റെ കമ്പനി അവരെന്നെ പ്രാപ്തമാവും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വാങ്ങുകയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് ഒരു 10-18,000 ഉറുപ്പ് കൊടുത്താൽ നല്ലൊരു ടാബ്ലറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാനൊക്കെ സുഖമാണ്, വലുതാക്കാനൊക്കെ സുഖമാണ്, വായിക്കാൻ കണ്ണിനൊന്നും എഫേർട്ട് ഉണ്ടാവില്ല. താല്പര്യം ഇപ്പം ഇവിടെയൊക്കെ 4 പേർ എനിക്ക് കണ്ണട ഉണ്ടായിരുന്നു രാവിലെ. എപ്പോഴും അത് വെക്കുന്നുണ്ട്. 4 പേർക്കും കണ്ണടയുണ്ട്. അപ്പോൾ കണ്ണൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഇത് വാങ്ങില്ല കേട്ടോ. പുസ്തകം വാങ്ങാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരു പുസ്തകം വാങ്ങണമെങ്കിൽ ഓരോ പ്രാവശ്യവും 6 മാസത്തിൽ എന്തായാലും വാങ്ങും. ചിലത് 4 മാസം കൊണ്ടുപോകാം. ടാക്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും വാങ്ങും. വ്യക്തമാത്ര പുസ്തകമാണ് നമ്മളെ. So it is always better to have one. Anyway, come to the point. ഈ വെസ്റ്റേൺ മഹാരാഷ്ട്ര ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വേഴ്സസ് ബജാജ് ആട്ടോ ലിമിറ്റഡ് ഈ കേസിൽ പറഞ്ഞത് എന്താണ്? ദ കമ്പനീസ് ആക്ട്, സുപ്രീം കോടതി പറയാണ്, ദ കമ്പനീസ് ആക്ട് മേക്സ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസ്. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കമ്പനീസ് ആക്ട് സെക്ഷൻ 268 സെക്ഷൻ 271 ക്ലിയർ ആയിട്ട് പറയുന്നു. ഒരു പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താണ്? അതിന്റെ ഷെയറിന്റെ ട്രാൻസ്ഫറബിലിറ്റിയാണ്. അതിൽ ഷെയർ കൈമാറ്റം ചെയ്യാൻ കഴിവിനെ കുറിച്ചാണ്. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ എങ്ങനെയാ പറഞ്ഞത്? അതിനെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ചെയ്തു അത് റെസ്ട്രിക്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. In public company, shares are freely transferable, founded on the principle that members of the public must have freedom to purchase. Every shareholder should have freedom to transfer. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ എപ്പോഴും പരിപൂർണമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിന്റെ കൺസെപ്റ്റ് തന്നെ എന്താണ്? ഒരു പബ്ലിക് മെമ്പർക്ക് അയാൾക്ക് എന്ത് ചെയ്യാം? ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അവകാശമുണ്ട് എന്നുള്ളതാണ്. വെസ്റ്റേൺ മഹാരാഷ്ട്ര ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വേഴ്സസ് ബജാജ് ആട്ടോ ലിമിറ്റഡിന്റെ കേസിൽ പറഞ്ഞത് ഒരു പ്രൈവറ്റ് കമ്പനിയെയും പബ്ലിക് കമ്പനിയെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ആണ്.
ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ കമ്പനിക്ക് അധികാരമുണ്ടെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ ആർക്ക് അധികാരമില്ല? കമ്പനിക്ക് അധികാരമില്ല. ഇപ്പൊ ഞാനും താനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണ്, നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ. പക്ഷെ കമ്പനി ഷുഡ് നോട്ട് ചെയ്താ പറഞ്ഞത്, മനസ്സിലാവുണ്ടോ? ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ആകാം, ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ദാറ്റ് ക്യാൻ ബി എഗ്രിമെന്റ്, ബട്ട് ദ കമ്പനി ഷുഡ് നോട്ട് ബ്രിങ് എനി റെസ്ട്രിക്ഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു വെക്കുന്നതാണല്ലോ. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? സ്നാപ്ഡീൽ ആരാണ് മുനിയ എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞ ഒരാളാണ് അവന്. അല്ല, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ അധികം എക്സ്പ്ലനേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞു. ഫ്ലിപ്കാർട്ടുമായിട്ട് ബന്ധമുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ അല്ല, ഫ്ലിപ്കാർട്ടുമായിട്ടൊരു ബന്ധമുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ എന്താണ് പ്രൊമോട്ടേഴ്സ് ആണ് സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലും. അതിലെ സച്ചിൻ ബൻസാൽ എന്ന് പറയുന്ന ആളാണ് ആദ്യം അത് വിട്ടു പോയത്. അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് സ്നാപ്ഡീൽ എന്ന് പറയുന്ന കമ്പനി. ദെൻ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, ഒരു പ്രോഡക്റ്റ് പറയാം പ്രോക്ടർ ആൻഡ് ഗാമ്പിളിന്റെ, അങ്ങനെയൊക്കെ അറിയണമല്ലോ. പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ കമ്പനി കേട്ടിട്ടുണ്ട് P&G. ഓക്കെ, P&G ഒരു പ്രോഡക്റ്റ് പറയും. The problem is like we are not looking onto the environment. കണ്ടുപിടിക്കണം നിങ്ങൾ. അപ്പം നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ വാച്ചിൻ്റെ കമ്പനി ഏതാ? സിറ്റിസൺ അല്ലെങ്കിൽ ധാരാ മാനുഫാക്ചർ എന്താ അറിയില്ല സാർ, നമുക്കറിയണ്ടേ? അറിയണം. പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹോർലിക്സ് ആകാം, അല്ലെങ്കിൽ ഡെറ്റോൾ ആകാം. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കമ്പനികളല്ലേ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ശ്രദ്ധിക്കൂ, നിങ്ങളത് കുറ്റമൊന്നുമല്ല ഇത്. ഞാനിത് 53 വയസ്സാവാൻ, എനിക്ക് 52 കഴിഞ്ഞു, 53 വയസ്സാണ്, കണ്ടാ തോന്നില്ല. പക്ഷെ 53 വയസ്സാവുന്ന ഞാൻ ഇത് പഠിച്ച് ഇത്രയും കാലം കൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്നോട് മത്സരം ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ആ ഒരു ഫയർ ഉണ്ടാകാൻ വേണ്ടി രാജസാർ പറഞ്ഞത്. കുറ്റം പറയുകയാണെന്ന് കരുതരുത് കേട്ടോ. അത് നല്ല കുട്ടികളായിട്ട് ഇനി പഠിക്കുന്ന സമയത്ത് ഇനി വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് കിട്ടിയാൽ ഇത് ആരാണ്ടാക്കിയത് എന്ന് നോക്കാം. എന്നിട്ട് ഈ കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആരാന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പോവുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? നിങ്ങൾക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പേരിലല്ലേ ആ അക്കൗണ്ട് ഉള്ളത്? ആയിരിക്കും. അത് ഒരു വകിച്ച് കെട്ട പേരിലായിരിക്കും സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാവും. പിന്നെ പല സ്ഥലങ്ങളിലും അക്കൗണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവും. ഉണ്ട്. വേറെ ലിങ്ക്ഡുണ്ട്. പിന്നെ ആർക്കൊക്കെ ഉണ്ട്? ഈ 4 പേരും തന്നെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ലിങ്ക്ഡിൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിയില്ലെങ്കിലും ലിങ്ക്ഡിൻ നോക്കണം കേട്ടോ. ലിങ്ക്ഡിൻ എന്താണ്? ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന നെറ്റ്വർക്കാണ്. നിങ്ങൾക്ക് വളരാനും പുതിയ ജോലികൾ കിട്ടാനൊക്കെ ലിങ്ക്ഡിൻ സഹായിക്കും. ലിങ്ക്ഡിനെ സഹായിക്കും. പക്ഷെ അവിടെ നമ്മൾ ഇങ്ങനെ നിന്നിട്ടുള്ള ഫോട്ടോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അല്ല, അങ്ങനത്തെ ഇപ്പോഴത്തെ ആൾക്കാരെ ഫോട്ടോ എടുക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോവും. അയാളുടെ മുഖത്തെ ഇത്രയും വക്രീകരിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ഞെട്ടിയിട്ടുണ്ട് ആൾക്കാരെ ഫോട്ടോ എടുത്ത് ചിരിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട്. പിന്നെ എൻ്റെ വൈഫ് എന്നെ ചീത്ത പറയുന്നതുകൊണ്ട് കുറെ ചെറിയൊക്കെ ആകുമ്പോൾ നിർത്തി. ശരിയല്ലേ? ഞാനിപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ എടുത്ത ഫോട്ടോസ് എങ്ങനെയാണ്? ഒരു ആംഗിൾ നിങ്ങൾ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാം. അതല്ല സത്യമാണോ? ഉറങ്ങിപ്പോയാലോ നിങ്ങൾ അല്ലേ? അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക്ഡിനിൽ നല്ല കുട്ടികളായ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് 60% ഫേസും 40% ശരീരമേ കാണാൻ പാടുള്ളൂ. പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ 60% ഫേസ് ഉണ്ടാകണം, മുഖമുണ്ട്. നിങ്ങളുടെ മുഖത്തെയാണ്, നിങ്ങളുടെ ഡ്രസ്സിനൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. നിങ്ങളുടെ മുഖറാണ് ആൾക്കാർ റിമെമ്പർ ചെയ്യുക. അതാണ് ലിങ്ക്ഡിനിൽ പറയുന്നത്. ഇട്ടിട്ട് നിങ്ങൾ സത്യമായുള്ള കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കാം. ഈ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്നിട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയിലെ വലിയ കമ്പനികളിലെ കമ്പനി സെക്രട്ടറികളെ നിങ്ങൾ കണക്ട് ചെയ്യാം, CFOകളെ കണക്ട് ചെയ്യാം, മാനേജിംഗ് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്യാം.
ഈ ഇൻസ്റ്റാഗ്രാം പോലെയും ഫേസ്ബുക്ക് പോലെയും ചവറ് പോലെ അക്കൗണ്ടുകളൊന്നും അവിടെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെയൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. കമ്പനിയുണ്ട്, റിലയൻസ് അഗ്രോടെക് ലിമിറ്റഡ് ഒരു പബ്ലിക് കമ്പനിയാണ്. ഗോദ്രേജ് ക്യാപിറ്റൽ ഇതൊക്കെ എന്താണ്, പബ്ലിക് കമ്പനിയാണ്. 1% കമ്പനി. എന്താ 1% കമ്പനി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രാജേശ്വർ പറഞ്ഞ കാര്യങ്ങളാണ്. 2005 ഡോക്ടർ JJ ഇറാനി കമ്മിറ്റിയാണ് 1% കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ആരാ ഡോക്ടർ JJ ഇറാനി? ഓപ്പൺ ചെയ്യല ആരാ ഡോക്ടർ JJ ഇറാനി? നീ കുറച്ചു നേരമായിട്ട് നീ ശബ്ദം വിളിക്കേണ്ടത് നീ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് തനിക്കുണ്ടായിരുന്നോ? സ്മൃതി ഇറാനി കേട്ടിട്ടുണ്ടോ? ഈ ഇറാനികളുടെ പ്രത്യേകത എന്താ? അവര് ഇറാനികളാണ്, അതല്ലേ ഒരു പ്രത്യേകത. അതെങ്കിലും നിങ്ങൾ പറയണ്ടേ. മലയാളികളുടെ പ്രത്യേകത എന്താണ്? ഇറാനികളാണ്. ഇറാനില് അത് ഓപ്പണാണോ? ഞാൻ അറിഞ്ഞില്ല. അത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു കൊണ്ടുപോയിട്ടുണ്ടാവൂല്ലേ, റിമോട്ട് കൊണ്ട്. സോ 1% കമ്പനി. 1% കമ്പനിയുടെ പ്രത്യേകത എന്താ? 1% കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുന്നത്? ലിങ്ക്ഡിൻ അല്ലേ? അപ്പൊ ലിങ്ക്ഡിൻ മസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ. മസ്റ്റ് ആയിട്ട് വേണം. നല്ല കുട്ടികളായിട്ട് ലിങ്ക്ഡിൻ ചെയ്യാം. നല്ല പ്രൊഫഷണൽ കാര്യങ്ങൾ എഴുതാം. നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ എഴുതാൻ വയ്യാന്ന് എനിക്കറിയാം. അപ്പൊ മറ്റുള്ളവർ എഴുതുന്ന കാര്യങ്ങൾ അടിയിൽ പോയിട്ട് വെരി ഗുഡ്, തംസ് അപ്പ്, ദാറ്റ്സ് വെരി നൈസ് എന്നൊക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ വായിച്ച് മെല്ലെ എഴുതി തുടങ്ങാം. ആവശ്യമില്ലാത്ത വിട്ടിത്തരൊന്നും ആദ്യം എഴുതി വെക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ. JJ ഇറാനി കമ്മിറ്റിയാണ്. ഇറാനി ആരാണെന്ന് പറഞ്ഞത്? ഇറാനികാരാണ്. അതായത് ഇറാനിലെ ഇസ്ലാമൈസേഷൻ. ഇറാൻ ഒരു സ്വരാഷ്ട്രീയൻ രാജ്യമായിരുന്നു. സ്വരാഷ്ട്രീയൻ, സൂര്യനെ ആരാധിക്കുന്നവരുടെ രാജ്യമായിരുന്നു ഇറാൻ. അപ്പൊ അവിടെ ഇസ്ലാമൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടുത്തെ കുറച്ച് ആൾക്കാർ ഓടിപ്പോരുകയുണ്ടായി ഇങ്ങനെ. അപ്പൊ അവർ വന്ന് പല സ്ഥലത്തേക്കും പോയി. അങ്ങനെ പോന്നിട്ടുള്ള കുറച്ച് ആൾക്കാരെ കച്ച് തുറമുഖം വഴി, ഗുജറാത്തിലെ കച്ച് വഴി ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അവരാണ് ശരിക്കും പറഞ്ഞാല് എന്താ അവരുടെ പറയാ, സൊറാഷ്ട്രിയർ. ഇന്ത്യയിലെ സൊറാഷ്ട്രിയർ 100,000-ൽ താഴെ മാത്രം ആൾക്കാരുള്ള സൊറാഷ്ട്രിയരാണ് ഇന്ത്യയിലുള്ളത്. അവര് പാർസികൾ എന്നാണ് പറയുന്നത്. പാർസി എന്നാണ് പറയുക, പാർസികൾ. അങ്ങനെ 100,000-ൽ താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവര് സൂര്യനെയാണ് ആരാധിക്കുന്നത്. ഈ ടാറ്റ ഫാമിലി അല്ലെ, ടാറ്റയൊക്കെ പാർസിയാണ്, അവര് പാർസിയാണ്. അപ്പൊ ഈ ടാറ്റയൊക്കെ വന്ന സമയത്ത് ആ കമ്പനി, അവരുടെ കമ്പനിയാണ് ഈ ടാറ്റ ഗ്രൂപ്പ്. അതിലൊരു ഡയറക്ടർ ആയിരുന്നു JJ ഇറാനി, ഡോക്ടർ JJ ഇറാനി. മിസ്ട്രി, ഇറാനി, ടാറ്റ, ഇവരൊക്കെ ഏതാണ്? ഇവരൊക്കെ പാർസികളാണ്. 100,000-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. ഇനി നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ സൺ ടെമ്പിൾ കാണണമെങ്കിൽ ബാംഗ്ലൂർ എൽഹങ്കയില് ഒരു മലയുടെ മുകളിലുണ്ട് സൺ ടെമ്പിള്. അവര് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിൽ കൊണ്ടുപോയിട്ട് തള്ളുകയാണ് ചെയ്യാം. ആ കുഴിയിൽ കൊണ്ടുപോയിടും. വലിയൊരു കുഴിയുണ്ട്, ഈ എല്ലിന്റെ മുകളിൽ ഒരു കുഴി ഉണ്ടായിരിക്കും. ആ കുഴിയിൽ കൊണ്ടുപോയിടും. അവർ കഴുകനെ വളർത്തുന്നുണ്ട്. ആ കഴുകൻ അത് കടിച്ച് തിന്നണം എന്നാണ് അവരുടെ. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ. നമ്മളൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞെത്തിക്കും പോലെ കത്തിച്ചവേ. ചില ആൾക്കാർ കൊണ്ടുപോയി കുഴിച്ചിടും, ചില ആൾക്കാർ തിന്നാൻ കൊടുക്കും. എന്തെന്നാണെങ്കിലും എവിടെയൊക്കെ തിരിച്ചു പോണേ? മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകും അല്ലേ? അതല്ല മനുഷ്യന്റെ ഒരു ചക്രം. അപ്പൊ എനിവേ, അപ്പൊ ടാറ്റ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ JJ ഇറാനി. ഈ ഡോക്ടർ JJ ഇറാനിയോട് 1956 കമ്പനീസ് ആക്ടിനെ പരിപൂർണമായി മാറ്റുന്നതിന് വേണ്ടി പുതിയൊരു കമ്പനീസ് ആക്ട്, മോഡേൺ ആയിട്ടൊരു കമ്പനീസ് ആക്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 2005 ഡിസംബറിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ പ്രകാരം 2013 നമ്മൾ കമ്പനീസ് ആക്ട് ഉണ്ടാക്കി. അതാണ് നമ്മളിപ്പോ പഠിക്കുന്ന കമ്പനീസ് ആക്ട്. ആ കമ്പനീസ് ആക്ടിലാണ് ആദ്യമായിട്ട് പറയുന്നത് ഈ 1% കമ്പനി എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. കാരണം ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ തുടങ്ങാതിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ജനറേഷനെ ബാധിക്കുന്നുണ്ട്. അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1% കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള 1% കമ്പനി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. ഈ 1% കമ്പനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്? മറ്റുള്ള കമ്പനികളെ പോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വേണ്ട. എന്താ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? അത് ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡിഗ്രി അല്ലേ? നിങ്ങൾ പറഞ്ഞേ, ക്യാഷും ഫണ്ടും തമ്മിലെ വ്യത്യാസം എന്താ? ക്യാഷ് ലിക്വിഡാണ്, വെള്ളം പോലെയാണ്. ഫണ്ടോ കല്ല് പോലെയാണ്.
എങ്ങനെ അതെനിക്ക് മനസ്സിലായില്ല. അവസാനം പറഞ്ഞത് പറഞ്ഞോട്ടെ. ക്യാഷ് ലിക്വിഡാണ്, സമ്മതിച്ചു. ഫണ്ടോ ലിക്വിഡാണ്. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തോളൂ. ബാങ്കിലിട്ട കാശ് നിങ്ങൾ പറഞ്ഞ ക്യാഷും ഫണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ക്യാഷും ഫണ്ട് തമ്മിൽ കാശ് ആകുമ്പോൾ കുറച്ചുണ്ടാവും. 500 രൂപ 500 രൂപ ചില്ലറ പൈസ അല്ലെ? ഇല്ല. ക്യാഷ് ഫണ്ടാകുമ്പോൾ ബാങ്ക് ഫണ്ടിന് ക്യാഷ് ആണ്. അങ്ങനെയാണ് പറയണേ. അസറ്റൊക്കെ ഫണ്ടാണ്. ക്യാഷ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യം ഉള്ളത്. ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ല, കിട്ടാനുള്ളതും കൂടെ ഫണ്ടാണ്, കൊടുക്കാനുള്ളതും കൂടെ ഫണ്ടാണ്. കിട്ടിയതും കൊടുത്തതും മാത്രമാണ് ക്യാഷ് ഫ്ലോ. എത്ര കാശ് കിട്ടി? ഒരു ബിസിനസ് നടത്തുമ്പോൾ ക്യാഷും ഫണ്ടും അല്ലേ? ഇപ്പോ ഞാൻ ദിയക്ക് ഒരു 1000 രൂപയുടെ സാധനം തന്നു, താൻ എനിക്ക് 500 രൂപ തന്നു. അപ്പൊ എന്തുണ്ടായേ? ക്യാഷ് ഫ്ലോ എത്ര? എനിക്ക് 500 രൂപ. ഫണ്ട് ഫ്ലോ എനിക്ക് എത്രയാ? 1000 രൂപ. എനിക്ക് 1000 രൂപ കിട്ടണം, അതാണ് എനിക്ക് വരാനുള്ള ഫണ്ട്. പക്ഷെ റിയൽ ക്യാഷ് എത്രയാ വന്നേ? ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുമ്പോ കിട്ടിയതും കിട്ടാനുള്ളതും അതിലുണ്ടാവില്ലേ? കൊടുത്തതും കൊടുക്കാനുള്ളതും അതിലുണ്ടാവില്ലേ? അപ്പൊ എത്ര ആക്ച്വലി കിട്ടി കൊടുത്തു എന്ന് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് പേരാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതാർക്ക് വേണ്ട? 1% കമ്പനിക്ക് വേണ്ട. നോമിനി 1% കമ്പനിക്ക് എന്ത് വേണം? അവരുടെ മെമ്മോറാണ്ടത്തിൽ 7ാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. എന്താണ്? നോമിനേഷൻ ക്ലോസ്. അതായത് ആ 1% എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ആ നോമിനി ആയിരിക്കും എന്ത് ചെയ്യാം? അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ നോമിനി ഉണ്ടായിരിക്കും. എപ്പോഴെങ്കിലും സബ്സ്ക്രൈബർ മരിക്കുകയോ മെമ്പർ മരിക്കുകയോ ഇൻകപ്പാസിറ്റി ലുനാറ്റിക് ആവുക, അങ്ങനെ എന്തെങ്കിലും ഇൻസോൾവെന്റ് ആവുക, അങ്ങനെ സിറ്റുവേഷനിലൊക്കെ ആര് ഏറ്റെടുക്കും? അത് നോമിനി ഏറ്റെടുക്കും. 1% കമ്പനിയുടെ പേരിന്റെ അവസാനം എന്താ വേണ്ടത്? OPC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടായിരിക്കണം. എന്താണ് 1% കമ്പനി എന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കണം. OPC എന്നുണ്ടായിരിക്കണം. 1% കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതിന്റെ പേരിന്റെ അവസാനം ബ്രാക്കറ്റില് OPC. കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതി ആൾക്കാർ ഒരു 10-200 പേരുണ്ട്, നല്ല കമ്പനി എന്ന് വിചാരിക്കും. പക്ഷെ ആൾക്കാർ പറ്റിക്കുകയാണെങ്കിലോ? നമ്മുടെ നാട്ടിലുണ്ടായി. ഈ തിരുവനന്തപുരത്ത് മറ്റുള്ള ഒരു ആശാൻ കേരളം മൊത്തം നടന്നിട്ട് മീൻ കച്ചവടം നടക്കാൻ വേണ്ടി ഷോപ്പ് കൊടുത്തു. ഇയാൾ അതിനു വേണ്ടി അഡ്വാൻസ് വാങ്ങി. ഇയാൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ഷോപ്പ് തുടങ്ങി ഇനോഗ്രേഷൻ ഈ നമ്മുടെ രമേശ് വിശാലിന്റെ ഒരു ധർമ്മജൻ ഈ ചങ്ങാതിക്ക് ഒരു മീൻ കച്ചവടം തുടങ്ങിയായിരുന്നു. അതുപോലത്തെ ഒരു കച്ചവടം തുടങ്ങിയത് ആ സമയത്ത് തുടങ്ങിയതാ. ഈ ചങ്ങാതി ഒരു 1% കമ്പനിയാ. എന്ത് ഈ 1% കമ്പനി അയാളും വേറെ ആരുമില്ല, അയാളുടെ പ്രൈവം മാത്രമുള്ള കമ്പനിയില് വേറെ ആരുമില്ല. പക്ഷെ ആൾക്കാർ അറിഞ്ഞില്ല. ആൾക്കാർ ഇയാളെന്താ വന്ന് പറഞ്ഞത്? ഞാൻ കമ്പനീസ് ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്, ഒരു ലിമിറ്റഡ് കമ്പനിയാണ്, അതുകൊണ്ട് നിങ്ങളെ പണം നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം രൂപ വെച്ച് വാങ്ങി മുങ്ങി. ഇയാൾ മുങ്ങിയതിനു ശേഷം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണ്? ഇയാളുടെ ഒരു 1% കമ്പനി മാത്രമാണ് ഇത് ശരിക്കും പറ്റിക്കുകയാണ് ചെയ്തത്. അവസാനം ബാംഗ്ലൂരിനാലും പിടിച്ച്. അപ്പൊ 1% കമ്പനി എന്നുള്ളത് ആ പേരിന്റെ അവസാനം എഴുതാൻ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഇതേ കമ്പനി രജിസ്റ്റർഡ് ആണെങ്കിലും ആരേ ഉള്ളൂ എന്താ അത് എഴുതണം എന്ന് പറയുന്നു. ആനുവൽ റിട്ടേൺ. സാധാരണ ഒരു കമ്പനിയുടെ ആനുവൽ റിട്ടേൺ ആരാ സൈൻ ചെയ്യണ്ടേ? കമ്പനി സെക്രട്ടറി സൈൻ ചെയ്യണം, നിർബന്ധമായിട്ടും സൈൻ ചെയ്യണം. ഒരു കമ്പനിയുടെ ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യേണ്ടത് അതോറിറ്റി കമ്പനി സെക്രട്ടറിയാണ്, വേറെ ഒരാൾക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. CA സൈൻ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ സൈൻ ചെയ്യണം. എന്നാൽ ഒരു 1% കമ്പനിയുടെ ചെറിയ കമ്പനിയിലെ 1% കമ്പനി അവരുടെ ആനുവൽ റിട്ടേണിൽ കമ്പനി സെക്രട്ടറി സൈൻ ചെയ്യണമെന്നില്ല, ഒരു ഡയറക്ടർ സൈൻ ചെയ്താലും മതിയായിരിക്കും. റെസൊല്യൂഷൻ താൻ ചോദിച്ച ചോദ്യമാണ്. റെസൊല്യൂഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി ബിസിനസ്, ഏതെങ്കിലും തരത്തില് ഒരു ജനറൽ മീറ്റിംഗില് ഓർഡിനറി റെസൊല്യൂഷൻ ആയിട്ടോ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിട്ടോ ഏതെങ്കിലും തീരുമാനങ്ങൾ 1% കമ്പനിക്ക് എടുക്കണമെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി? ആ മെമ്പർ വീട്ടിലിരുന്ന് അത് ഉണ്ടാക്കിയിട്ട് കമ്പനിയെയും ഡിപ്പാർട്ട്മെന്റിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി.
ഡോക്യുമെന്റ് ചെയ്താൽ മാത്രം റിയൽ ആയിട്ട് മീറ്റിങ്ങുകൾ നടത്തണമെന്നില്ല. ദെൻ ബോർഡ് ഒരൊറ്റ ഇനി 1% കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടാവും? എത്ര ഡയറക്ടേഴ്സ് ഉണ്ടാകാം? ഒരാളെ ഉണ്ടാവുള്ളൂ ഉണ്ടോ? അതായത് 1% കമ്പനിയിൽ ഒരു മെമ്പർക്ക് മാത്രമേ ഡയറക്ടർ ആകാൻ പറ്റുള്ളൂ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ 1% കമ്പനി, നമ്മൾ പ്രൈവറ്റ് കമ്പനിയിൽ പറഞ്ഞത് 2 മെമ്പർമാർ മാത്രമുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ 2 പേർക്കും ഡയറക്ടർമാരാകാം എന്ന് പറഞ്ഞു. It doesn't mean that only members മാത്രമേ ഡയറക്ടർ ആകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 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 പ്രൈവറ്റ് 1% കമ്പനിയിൽ ഒന്നിലധികം ഡയറക്ടർമാർ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ബോർഡ് മീറ്റിംഗ് നടക്കും. ജനറൽ മീറ്റിംഗ് നടക്കില്ല, കാരണം എന്താണ്? ഒരൊറ്റ മെമ്പറേ ഉള്ളൂ. പക്ഷെ ഡയറക്ടേഴ്സ് വേണമെങ്കിൽ ഒന്നിലധികം ഡയറക്ടേഴ്സ് ആകാം, ബോർഡ് മീറ്റിംഗ് നടക്കും കേട്ടോ. ഒന്നിലധികം ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ മീറ്റിംഗ് വിളിക്കണം. അയാൾ അല്ലാത്തൊരു ഡയറക്ടറും കൂടെ ഉണ്ടെങ്കിൽ മീറ്റിംഗ് വിളിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഒരൊറ്റ ഡയറക്ടറെ ഉള്ളൂ എങ്കിൽ ഒരു ഡയറക്ടർ സൈൻ ചെയ്താൽ മതിയായിരിക്കും. Financial statements shall be approved by the board and signed on behalf of the board by only one director. ഒരൊറ്റ ഡയറക്ടർ സൈൻ ചെയ്താൽ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അപ്രൂവ് ആകും 1% കമ്പനിക്ക്. Then the OPC shall file a copy of financial statement duly adopted by its member along with required documents within 180 days from the close of financial year. ഇതൊക്കെ ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ സംഭവമാണെന്ന് കേൾക്കാതാന്ന് തോന്നും. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് ഇതേ സബ്ജക്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. ഒരു 1% കമ്പനിക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അവരുടെ ഫിനാൻഷ്യൽ അവസാനിച്ച 180 ദിവസത്തിനുള്ളിൽ ആ മെമ്പർ സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, MCAക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് the 1% company shall file a copy of financial statement duly adopted. എങ്ങനെ അഡോപ്റ്റ് ചെയ്യാം? സൈൻ ചെയ്യാം. ഒരു 1% കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആ മെമ്പർ അഡോപ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അവരെന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു. ഏതാ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാല്? കലണ്ടർ ഇയർ ഏതാ? കലണ്ടർ ഇയർ. ശരി. ഫിനാൻഷ്യൽ ഇയറോ? ഏപ്രിൽ എത്ര? 6-ാം തീയതി മുതലാണോ 11-ാം തീയതി? മാർച്ച് എത്രാം തീയതി വരെ? 31st വരെ. മാർച്ച്, ഈ ചോദ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്, പക്ഷേ പിന്നെ ചോദിക്കും. മാർച്ച് 31-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചിട്ട് എത്ര ദിവസത്തിൽ എന്നാ പറഞ്ഞ്? 180 days. 180 days, 6 മാസം എന്ന് പറഞ്ഞില്ല കേട്ടോ. നമ്മളെ കൊടുക്കാതിരിക്കുകയാണ്. 6 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഫെബ്രുവരി 26-ാം തീയതി ഒരു പ്രവൃത്തി ചെയ്തു, 2 മാസത്തിൽ ഫയൽ ചെയ്യണം. മാർച്ച് ഫയൽ ചെയ്താലോ? 2 മാസമായില്ലേ? ഫെബ്രുവരി മാർച്ചും ആയില്ലേ? 60 ദിവസമാകണമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് നിയമത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് മാർച്ച് 31-ാം തീയതി കഴിഞ്ഞ 180 ദിവസത്തിനുള്ളിൽ, 6 months എന്ന് പറഞ്ഞില്ല, 180 ദിവസത്തിനുള്ളിൽ മെമ്പർ സൈൻ ചെയ്തിട്ട് റിക്വയർഡ് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് MCAയിൽ ഫയൽ ചെയ്യണം, MCAയുടെ പോർട്ടലിൽ ഫയൽ ചെയ്യണം. ദെൻ ബോർഡ് മീറ്റിംഗ്സ്. 1% കമ്പനി അല്ലെങ്കിൽ ഒരു സ്മോൾ കമ്പനി, 1% കമ്പനി അല്ലെങ്കിൽ ഒരു സ്മോൾ കമ്പനി ആൻഡ് ഡോർമെന്റ് കമ്പനി. എന്താ ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? ഡോർമെന്റ് പാർട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ടാവും. ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന, ആക്റ്റീവ് അല്ലാത്തതാണ്. ഓ ശരി. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണം. അതായത് ഒരു കമ്പനിയാണ്, പക്ഷെ ആ കമ്പനി എന്തല്ല? ആക്റ്റീവ് അല്ല. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ ചെയ്യുന്നതിന്, പിന്നീട് ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ട്രേഡ് മാർക്ക് ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഒരു കമ്പനി രൂപീകരിക്കാം. ആ കമ്പനിയെ 5 കൊല്ലം വരെ അവർക്ക് എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യാം? അവർക്ക് ഡോർമെന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. 5 കൊല്ലത്തിനുള്ളിൽ അവരെന്ത് ചെയ്യണം? അത് ആക്റ്റീവ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ആ കമ്പനിയെ റിമൂവ് ചെയ്യും. ഐ റിപ്പീറ്റ്, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ആക്റ്റീവ് ബിസിനസ്സുകൾ ഒന്നും അവർ ചെയ്യുന്നില്ല, പക്ഷേ അവർക്ക് ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആ കമ്പനിയെ 5 കൊല്ലം വരെ അവർ എന്ത് ചെയ്യാം? അവർക്ക് ഡോർമെന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതിൽ അവർ അപ്ലിക്കേഷൻ കൊടുക്കണം, അപ്രൂവൽ കൊടുക്കണം, ഫയലിംഗ് ഒക്കെ ചെയ്യണം. നമുക്ക് പഠിക്കാം, ചാപ്റ്റർ ഉണ്ടായിരുന്നു കമ്പനി ലോയിൽ. അപ്പൊ ഡോർമെന്റ്, അതാണ് ഡോർമെന്റ് കമ്പനി. അപ്പൊ
അപ്പോൾ ഡോർമെന്റ് കമ്പനി ആവട്ടെ, സ്മോൾ കമ്പനി ആവട്ടെ, 1% കമ്പനി ആവട്ടെ, shall be deemed to have complied with board meeting provision if at least one meeting of the board of directors has been conducted in each half of calendar year. അതായത് ഒരു കമ്പനി സാധാരണ കേസിൽ ഇതൊക്കെ എന്താ പല കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. ഒരു കമ്പനിക്ക് മിനിമം 4 ബോർഡ് മീറ്റിംഗ് നടത്തണമെന്നാണ് നിയമം. ഒരു വർഷത്തിൽ 4 ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരിക്കണം. 2 മീറ്റിംഗുകളുടെ ഗ്യാപ്പ് 120 ദിവസത്തിൽ കുറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല. ആരൊക്കെ? 1% കമ്പനിക്കും, ഡോർമെന്റ് കമ്പനിക്കും, സ്മോൾ കമ്പനിക്കും. അവർക്ക് ഓരോ കലണ്ടർ ഹാഫിലും, കലണ്ടർ ഹാഫ് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോഴും അവർക്ക് എത്ര വേണ്ടുള്ളൂ? ഒരു മീറ്റിംഗ് വിളിക്കണം. ഈച്ച് കലണ്ടർ ഹാഫ്, ഓരോ കലണ്ടർ ഹാഫിലും അവർ ഓരോ മീറ്റിംഗ് വിളിക്കണം. 2 മീറ്റിംഗുകളുടെ ഗ്യാപ്പ് 90 ദിവസത്തിൽ കുറയാൻ പാടില്ല. അതായത് ഇന്ന് 4 മീറ്റിംഗ് നടത്താൻ പറ്റില്ല. മിനിമം 90 ദിവസമെങ്കിലും ഗ്യാപ്പില് 2 കലണ്ടർ. നമ്മളൊക്കെ ചെയ്യാം. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ചടങ്ങാണല്ലോ. നമ്മളൊരു ചടങ്ങ്, ആ ചടങ്ങ് പോരാന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ സാധാരണ കേസിൽ ഒരു ഓർഡിനറി കമ്പനിക്ക് എത്ര ബോർഡ് മീറ്റിംഗ് വേണമെന്നാ പറഞ്ഞേ? 4 വേണം. അതേസമയം 1% കമ്പനി, ഡോർമെന്റ് കമ്പനി, സ്മാൾ കമ്പനിക്ക് എത്ര വേണമെന്നാ പറഞ്ഞേ? 2. അതെങ്ങനെ വേണ്ട? ഓരോ കലണ്ടർ ഹാഫിലും വേണം. 2 മീറ്റിംഗുകളുടെ ഗ്യാപ്പ് 90 ദിവസത്തിൽ കുറയാൻ പാടില്ല. ക്ലിയർ? ഇതൊക്കെ ക്ലിയർ ആവും. എപ്പോഴെന്ന് അറിയോ? നീ കുറച്ചും പഠിച്ചെത്തുമ്പോൾ ഇതിപ്പോ നമ്മളിങ്ങനെ മനസ്സിലാക്കിയപ്പോൾ നാളെ പരീക്ഷ എഴുതുന്നില്ലല്ലോ. 1% കമ്പനിയുടെ ചില എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഫാർമ ഫസ്റ്റ് OPC ആൻഡ് സോളാർ വെസ്റ്റ് OPC. ധാരാളം OPCകളുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അടുത്തത് നിധി കമ്പനി. ബ്രേക്ക് വേണോ? 5 മിനിറ്റ് ഉണ്ടല്ലോ. 3:45 വരെ എടുക്കട്ടെ, ഞാൻ 45 മിനിറ്റ്സ് എടുക്കട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ബ്രേക്ക് ചെയ്യാം. നിധി കമ്പനി, നിധി സെക്ഷൻ 406 പറയുന്നത്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 406 നിധിയെ കുറിച്ച് പറയുന്നത്. നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കമ്പനിയാണ്. അപ്പോൾ അത് കമ്പനീസ് ആക്ട് പ്രകാരം മാത്രമേ നിധി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊരു കമ്പനിയാണ്. സെക്ഷൻ 406 പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എന്തിനാണ് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് ക്രിയേറ്റഡ് ഫോർ കൾട്ടിവേറ്റിംഗ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിംഗ്. എന്താണ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? പരസ്പര സഹകരണം. സേവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷിക്കുക. എന്താണ് നിധി കമ്പനി എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? എന്താണ്? ദിസ് ഈസ് ടു ക്രിയേറ്റ് ഓർ കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിംഗ്. നമ്മുടെ കയ്യിൽ കുറെ അധികം സാധനം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റി വെക്കുക. അതാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. സേവിങ്സ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടതിൽക്കാൾ കൂടുതൽ പണം ചെലവാക്കാതെ ആ പണം സേവ് ചെയ്യുക. അപ്പൊ നമ്മൾ സേവ് ചെയ്യുന്ന പൈസ നമ്മുടെ സ്ഥലത്ത് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ത്രിഫ്റ്റ് ആൻഡ് സേവിംഗ് among its members, receiving deposits from and lending to its members only. ഈ മെമ്പേഴ്സിന്റെ ഇടയിൽ ത്രിഫ്റ്റും സേവിങ്സും ഹാബിറ്റ് വളർത്തുക. മെമ്പേഴ്സിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിച്ച് മെമ്പേഴ്സിന് മാത്രം പണം കടം കൊടുക്കുക. അപ്പൊ അവർക്ക് മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റത്തില്ല. മെമ്പേഴ്സിന് മാത്രം കൊടുക്കുക. ആൻഡ് ഫോർ ദർ മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് വിത്ത് കംപ്ലൈസ് വിത്ത് ദ റൂൾസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സമയാസമയം സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് സെക്ഷൻ 406 പ്രകാരം മെമ്പേഴ്സിൽ നിന്നും മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിച്ച് മെമ്പേഴ്സിന് മാത്രം പണം കടം കൊടുക്കുന്ന, മെമ്പേഴ്സിന്റെ ഇടയിൽ ത്രിഫ്റ്റ് സേവിങ്സ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് നിധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയട്ടെ, സെക്ഷൻ 406 പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ്. ആരിലെ? ഇൻ ദ മൈൻഡ്സ് ഓഫ് മെമ്പേഴ്സ്. അതിനുശേഷം മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കത്തുള്ളൂ. മെമ്പേഴ്സിന് മാത്രമേ അവർ പണം കടം കൊടുക്കുകയുള്ളൂ. ക്ലിയർ? അതിനോടൊപ്പം അവരെന്ത് ചെയ്യുന്നു? അവര് ഗവൺമെന്റ് സമയാസമയങ്ങളിൽ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ നിധി എന്ന് പറയുന്നത്. ഇപ്പൊ നിധി എന്താണ്? ഒരു കമ്പനിയാണ്. മെമ്പേഴ്സിൽ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന, മെമ്പേഴ്സിന് മാത്രം ലോൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മെമ്പേഴ്സിനിടയിൽ ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണ്? ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? 2014 നിധി റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിധി റൂൾസ് ആണ് ഇവരുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. നിധി റൂൾസ് ആർക്കൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? എവറി കമ്പനി ഡിക്ലെയർഡ് ആസ് നിധി ഓർ മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 620A. പഴയ കമ്പനീസ് ആക്ടില്, ഇതിലെത്ര? 406. പഴയ കമ്പനീസ് ആക്ട് ഈ സെക്ഷൻ എത്രയായിരുന്നു? 620A ആയിരുന്നു. അത്ര വലിയ പുസ്തകമായിരുന്നു. പഴയ കമ്പനീസ് ആക്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇത്ര പോകുന്ന പുസ്തകമാണ്.
19,000 രൂപയാണ് ഒരു പുസ്തകത്തിന്റെ വില. രാജീവ് സാറിനടുത്തുണ്ട് 19,000 rupees. അപ്പോൾ അത് അത്രയും എന്തുകൊണ്ട് വെച്ചാൽ 950 നാളെ പറയുന്നതാണ് 956 ഒരു കമ്പനീസ് ആക്ട് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ മാറ്റത്തിനനുസരിച്ച് മാറ്റം അമെൻഡ് ചെയ്യാൻ ഒട്ടിക്കുക ഒട്ടിച്ചൊട്ടിച്ച് എന്തായി ഒറിജിനൽ ബുക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒട്ടിച്ചൊട്ടിച്ച് ഇത്രേ 956. പിന്നീട് 2005 ചേച്ചർ പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ വന്നില്ലേ ഒന്ന് മാറ്റി താഴ്ന്നു പറയുന്നത്. ആശാൻ 2005 എന്താ മാറ്റേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെയും നമ്മൾ അതിന് മുകളിൽ 8 കൊല്ലം ഇരുന്നു. 2013 നമ്മൾ മാറ്റണത്. പിന്നെ വന്ന പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ്, കറക്റ്റ് കണ്ടിന്യൂസ് സെക്ഷൻസ്. അപ്പൊ 620A പ്രകാരം ഏത് കമ്പനിയാണോ നിധിയായിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ബെനിഫിറ്റ് സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ അവർക്കും ഈ നിധി റൂൾസ് അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഏതാണോ ഒരു നിധി ലൈസൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 406 പ്രകാരം ക്രിയേറ്റ് ചെയ്ത നിധിക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ദെൻ ഏത് കമ്പനിയാണോ ഗവൺമെന്റ് നിധിയായിട്ട് ഡിക്ലെയർ ചെയ്തത് അവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ഇതൊന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ആർക്കാണ് അപ്ലിക്കബിൾ? നിധി കമ്പനികൾക്ക് അപ്ലിക്കബിൾ ആണ് ഈ റൂൾസ്. എന്തൊക്കെ ആക്ടിവിറ്റികളാണ് ഇവർ ചെയ്യാൻ പറ്റാത്തത്? ഒരു നിധി കമ്പനി എന്തെല്ലാം ആക്ടിവിറ്റികൾ ചെയ്തുകൂടാ? ഇവർ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്? ഒന്ന്, prohibited activities. Nidhis are not permitted to engage in chit fund. The chit fund il അവർ ഉൾപ്പെട്ടത്. chit fund എന്ന് പറഞ്ഞാൽ എന്താ? ചിറ്റ് ബിസിനസ്. അതിൽ വേറൊരു ആക്ട് ഉണ്ട്, ചിറ്റ് ഫണ്ട് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചിറ്റ് ഫണ്ട്. ചിറ്റ് ഫണ്ടിൽ എന്താ ഉണ്ടാവുക? മാസാമാസം നമ്മളൊരു എമൗണ്ട് അടയ്ക്കുന്നു, അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു എമൗണ്ട്. നമുക്ക് റൗണ്ട് എത്തില്ലേ, അതിന്റെ വട്ടം എത്തുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് കിട്ടുന്നു. അതിനിടയിൽ നമുക്കത് വിളിച്ചെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനോ സൗകര്യമുണ്ട്. അത് ഇവർ ചെയ്യാൻ പാടില്ല. ചിട്ടി ബിസിനസ് ആരും ചെയ്യാൻ പാടില്ല, നിധി ചെയ്യാൻ പാടില്ല. കാരണം ചിട്ടി ബിസിനസ് വേറൊരു ആക്ട് പ്രകാരം വേറൊരു കമ്പനിക്ക് ചെയ്യേണ്ട ബിസിനസ്സാണ്. ചിട്ടി ബിസിനസ് ചെയ്തുകൂടാ. ഹയർ പർച്ചേസ്. എന്താണ് ഹയർ പർച്ചേസിന്റെ പ്രത്യേകത? പറഞ്ഞു. ഹയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹൈറ്റ് അല്ല, ഹയർ HIR ഹയർ അല്ല, അത് ഹയർ HIGHER. ഹയർ വാടക. ഹയർ പർച്ചേസിന്റെ അർത്ഥം എന്താണ്? വാടക സാധനമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞ വാടക സാധനത്തിന്റെ അങ്ങനെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹയർ പർച്ചേസ് എന്നുള്ളതൊന്നും? ഒരു വണ്ടി നിങ്ങൾ ലോണിന് വാങ്ങില്ലേ, അത് 2 തരത്തിലാണ് നിങ്ങൾ വണ്ടി വാങ്ങുക. അങ്ങനെ വാങ്ങുക, ഒന്ന് ഹയർ പർച്ചേസും ഒന്ന് ഇൻസ്റ്റാൾമെൻറ്റും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്? നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ മിക്സി വാങ്ങിയത്, ഫ്രിഡ്ജ് വാങ്ങിയത്, വാഷിംഗ് മെഷീൻ വാങ്ങിയത് എന്നൊക്കെ പറയും. ഒരു വണ്ടി വാങ്ങുമ്പോൾ ഹയർ പർച്ചേസിലാണ് വാങ്ങിയത്. നമ്മൾ പേപ്പറും പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഒരു ബസ്സിനെ റോഡിലിട്ട് തടുത്തിട്ട് ആൾക്കാർ അതിന് പണം കൊടുത്ത ആൾക്കാരെ വണ്ടി പിടിച്ചുകൊണ്ടുപോയി, അതിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും ആൾക്കാരെയും ഇറക്കി വിട്ടു എന്നൊക്കെ ന്യൂസുകൾ പേപ്പറിൽ കാണാറുണ്ട്. അത് ഹയർ പർച്ചേസ് ആണ്. ദ മെയിൻ ഡിഫറൻസ് ഈസ് ഹയർ പർച്ചേസിൽ നിങ്ങൾക്കൊരു വണ്ടി അവർ വാങ്ങി ഉപയോഗിക്കാൻ, അവരുടെ പേരിൽ വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരുന്നു. മാസാമാസം നിങ്ങൾ ആ വാടക അടയ്ക്കുന്നു. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റും ആ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയണം ആ വണ്ടി നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരാൻ. അല്ലെങ്കിൽ ആ വണ്ടി അവരുടെ വണ്ടിയാണ്, നിങ്ങളുടെ വണ്ടിയല്ല. അതേസമയം ഇൻസ്റ്റാൾമെൻറ്റിൽ അവരെന്ത് ചെയ്യുന്നു? ആ വണ്ടി നിങ്ങളുടെ പേരിൽ വാങ്ങിത്തരുന്നു. അത് ആരുടെ പേരിലാണ്? നിങ്ങളുടെ പേരിലാണ്. നിങ്ങൾ അതിന് കൊടുക്കാനുള്ള പൈസ മാസാമാസം അവർക്ക് അടയ്ക്കുന്നു. ഹയർ പർച്ചേസ് ആണോ ഇൻസ്റ്റാൾമെന്റ് ആണോ നിങ്ങൾക്ക് ഗുണം? ഇൻസ്റ്റാൾമെന്റ്. പണം കടം തരുന്ന കമ്പനിക്ക് ഏതാ ഗുണം? ഹയർ പർച്ചേസ്. അപ്പൊ ഹയർ പർച്ചേസ് മനസ്സിലായില്ലേ? ഹയർ പർച്ചേസ് അത് ചെയ്യാൻ പാടില്ല. ഇൻഷുറൻസ് ബിസിനസ് ആരും ചെയ്യാൻ പാടില്ല, നിധി കമ്പനി ചെയ്തുകൂടാ. ഷെയറിലോ ഡിബഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സും ഒരു നിധി കമ്പനി ചെയ്തുകൂടാ. അവരവരുടെ മെമ്പേഴ്സുമായിട്ട് മാത്രമേ അവർ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ബോഡി കോർപ്പറേറ്റിനോ ട്രസ്റ്റിനോ ഒരു നിധിയുടെ മെമ്പർ ആകാൻ പറ്റത്തില്ല. അപ്പൊ മെമ്പേഴ്സ്, ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനും അതിന്റെ ഇടയിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവർക്ക് മെമ്പർഷിപ്പ് ഇൻഡിവിജ്വലിന് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടൂ, അവരുമായിട്ട് മാത്രമേ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ഗോട്ട് ഇറ്റ്?
നിധിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നിധി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എവരി നിധി ഷാൽ ബി ഇൻകോർപ്പറേറ്റഡ് ആസ് എ പബ്ലിക് കമ്പനി. നിധി പ്രൈവറ്റ് കമ്പനി ഉണ്ടാവില്ല. ഓരോ നിധി കമ്പനികളും എന്തായിരിക്കണം? പബ്ലിക് കമ്പനി ആയിരിക്കണം. ആൻഡ് ഷാൽ ഹാവ് ലാസ്റ്റ് വേർഡ്. അവരുടെ പേരിന്റെ അവസാനം എന്തായിരിക്കണം? നിധി ലിമിറ്റഡ് എന്നുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ്, ഇന്ത്യയിൽ ഒരു കമ്പനിക്കും മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വേണ്ട എന്ന് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ? ഒരു മാറ്റമല്ല. നിധി കമ്പനിക്ക് 10 ലക്ഷം രൂപ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വേണം. ഇന്ത്യയിൽ നിധി ഒഴിച്ചിട്ടുള്ള ഒരു കമ്പനികൾക്കും എന്ത് വേണ്ട? മിനിമം ക്യാപിറ്റൽ വേണ്ട ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ നിധി കമ്പനിക്ക് എത്ര വേണം? 10 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം. അവരുടെ പേരിന്റെ അവസാനം എന്ത് വേണം? നിധി ലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കണം. ഇനി അതുപോലെ തന്നെ ഈ നിധി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം 120 ദിവസത്തിനുള്ളിൽ, 120, ഇവിടെ കൊണ്ടിട്ട് 4 മാസം എഴുതി വെക്കരുത്. 120 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ NDH4, NDH എന്ന് പറഞ്ഞാൽ MDH എന്ന് കേട്ടില്ലേ? MDH മസാല, ഇതാണ് NDH. N ഫോർ നിധി, NDH പറഞ്ഞാൽ നിധി 4, NDH4 ഒരു ഫോമിന്റെ പേരാണ്. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിധിയുടെ ഫോമിന്റെ ഒക്കെ ആദ്യം ഉണ്ടാവുക NDH എന്നുണ്ടാവും. ഇൻകോർപ്പറേഷൻ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവുക? INC എന്നുണ്ടാവും. മാനേജ്മെന്റ് ഫോമിൽ എന്തുണ്ടാവുക? MGT എന്നുണ്ടാവും. അപ്പൊ ഫോംസ് നമുക്ക് ഓർക്കണം, ചോദിക്കുക നമ്മളോട്. അപ്പൊ ആ ഫോം ഓർമ്മ വേണ്ടേ? ഇപ്പൊ ഡയറക്ടറുമായി ബന്ധപ്പെട്ട ഫോമിനൊക്കെ DIR എന്നുണ്ടാവും. അപ്പൊ അതുപോലെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു നിധി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 120 ദിവസത്തിനുള്ളിൽ NDH4 ഫയൽ ചെയ്യണം. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ NDH4 ഫയൽ ചെയ്യുമ്പോൾ മിനിമം അവർക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം? 200 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അവരുടെ നെറ്റ് ഓൺ ഫണ്ട്സ് 20 ലക്ഷമെങ്കിലും ഉണ്ടായിരിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ഒരു നിധി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ നിധിയുടെ പേരിന്റെ അവസാനം നിധി ലിമിറ്റഡ് ഉണ്ടായിരിക്കണം. 10 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആ നിധി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 120 ഡേയ്സിനുള്ളിൽ അവർ NDH4 MCAക്ക് ഫയൽ ചെയ്യണം. അത് ഫയൽ ചെയ്യുന്ന സമയത്ത് അതിലെന്തുണ്ടായിരിക്കണം? അവർക്ക് മിനിമം 200 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. നെറ്റ് ഓൺഡ് ഫണ്ട്സ് 20 ലക്ഷമെങ്കിലും ഉണ്ടായിരിക്കണം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് അലോട്ട്മെന്റ്. ഇവരുടെ ഷെയർ ക്യാപിറ്റലും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നിധിയുടെ എന്താ പറയുന്നത്? എവരി ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് നോട്ട് ലെസ് ദാൻ 10 each. ഇവരുടെ ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് എത്ര വേണമെങ്കിലും ഫേസ് വാല്യൂ ആകാം. 1 രൂപയുടെയും 2 രൂപയുടെയൊക്കെ ഷെയർ ഇഷ്യൂ ചെയ്യാം. പക്ഷെ നിധി കമ്പനിക്ക് 10 രൂപയിൽ കുറഞ്ഞ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. 10 രൂപയെങ്കിലും ഷെയർ ഉണ്ടായിരിക്കണം. ദെൻ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു സർവീസ് ചാർജും ഉണ്ടായിരിക്കാൻ പാടില്ല. ഓരോ ഡെപ്പോസിറ്റ് ഹോൾഡറും ആരൊക്കെയാണോ നിങ്ങളുടെ നിധിയുടെ മെമ്പർ ആകുന്നത് അയാൾക്ക് മിനിമം 10 ഷെയർ എങ്കിലും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ 100 രൂപയുടെ ഷെയർ എങ്കിലും അയാൾ എടുത്തിരിക്കണം. കാരണം ഒരു ഷെയറിന്റെ വില 50 രൂപയാണെങ്കിലോ നിങ്ങളുടെ കമ്പനിയിൽ 2 ഷെയർ എടുക്കണം. 10 രൂപയാണെങ്കിലോ അതിന്റെ ഷെയറിന്റെ വില 10 ഷെയർ. അപ്പോൾ 10 ഷെയറോ അല്ലെങ്കിൽ 100 റുപ്പീസിന്റെ ഷെയറോ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിധിയുടെ മെമ്പർ ആകാൻ പറ്റൂ. നിങ്ങൾ ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സഹകരണ ബാങ്കിൽ പോയിട്ട് എന്ത് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം മെമ്പർഷിപ്പ് എടുക്കണം. നമ്മൾ വളരെ കൂളായിട്ട് പറയും, സാർ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇല്ല, എന്നാൽ മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ, എന്നാലേ ഗോൾഡ് പണയം വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്പേഴ്സിന് മാത്രമേ അവർക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ഒരു നിധിയിൽ പോയി ചെയ്യുകയാണെങ്കിൽ 100 ഉൾപ്പെടെ ഷെയർ എങ്കിലും നമ്മൾ വാങ്ങേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനോ ലോൺ എടുക്കാനോ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? സേവിങ്സ് അക്കൗണ്ട് ഹോൾഡർ ആൻഡ് റെക്കറന്റ് ഡെപ്പോസിറ്റ് ഹോൾഡർ ഷാൽ ഹോൾഡ് അറ്റ്ലീസ്റ്റ് 1 equity ഷെയർ ഓഫ് 10 each. നിങ്ങൾ അവിടുന്ന് ലോൺ ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ അവിടെ ഒരു SBI അക്കൗണ്ടോ കറന്റ് ഡെപ്പോസിറ്റ് റെക്കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് RD മാസം അടയ്ക്കുന്നത്. അപ്പൊ സേവിങ്സ് അക്കൗണ്ടോ റെക്കറന്റ് ഡെപ്പോസിറ്റോ നിങ്ങൾ ഒരു നിധി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 10 രൂപയുടെ ഒരു ഷെയർ എങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം. ഒരു നിധിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഡെപ്പോസിറ്റ് ഹോൾഡർക്കും മിനിമം എത്ര ഷെയർ വേണം? 100 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ 10 ഷെയർ എങ്കിലും അയാൾ വാങ്ങിയിരിക്കണം. അതേസമയം നിങ്ങളൊരു RD ഹോൾഡർ ആണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 10 രൂപയുടെ ഒരു ഷെയർ എങ്കിലും നിങ്ങൾ വാങ്ങിയിരിക്കണം. ക്ലിയർ ആണ്? ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ RDയും സേവിങ്സ് മാത്രമൊന്നല്ല, FD ഉണ്ടായിരിക്കാം. അപ്പൊ ഡെപ്പോസിറ്റ് ഹോൾഡർക്ക് മിനിമം 100 ഉൾപ്പെടെ അല്ലെങ്കിൽ 10 ഷെയർ എങ്കിലും അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു സേവിങ്സ് അക്കൗണ്ട് ഹോൾഡർ RD ഹോൾഡർ ആണെങ്കിൽ അയാൾക്ക് 10 രൂപയുടെ ഒരു ഷെയർ എങ്കിലും അയാൾ വാങ്ങിയിരിക്കണം. മെമ്പർഷിപ്പ് ആരൊക്കെ ഇതിൽ മെമ്പർ ആവാൻ പറ്റാന്ന് പറഞ്ഞ നിധിയിൽ ഞാൻ
ഇൻഡിവിജ്വലിന് മാത്രം, വേറെ ആർക്കും പറ്റത്തില്ല. നോ ബോഡി കോർപ്പറേറ്റ് or ട്രസ്റ്റ് മെമ്പർ ആകാൻ സാധിക്കത്തില്ല. മെമ്പേഴ്സ് എപ്പോഴും എന്താകാൻ പാടില്ല, ഒരു സമയത്തും 200-ൽ കുറയാൻ പാടില്ല. തുടക്കത്തിൽ 200-ൽ കുറവാകാം, പക്ഷേ NDH4 120 ഡേയ്സിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൽ മിനിമം എത്ര പേരുണ്ടായിരിക്കണം, 200 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നീട് ഒരിക്കലും 200-ൽ താഴെയാകാൻ പാടുള്ളതല്ല, 200-ൽ കുറഞ്ഞുകൂടാ. ദെൻ മൈനർ ഷാൽ നോട്ട് ബി അഡ്മിറ്റഡ് ആസ് മെമ്പർ. ഒരു മൈനർക്ക് മെമ്പർ ആകാൻ പറ്റില്ല. ഒരു മൈനർക്ക് പാർട്ണർ ആവാൻ പറ്റുമോ? എന്താ പ്രൊവിഷൻ? മൈനർക്ക് ആണോ? ലയബിലിറ്റി ലിമിറ്റഡ് ആണോ? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൽ അയാളെ കൊണ്ട് വല്ല ഗുണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു മൈനറെ പാർട്ട്ണർ ആക്കാം. അതാണ് ആകെ ഒരു ബെനിഫിറ്റ് പാർട്ട്ണർഷിപ്പിൽ. മൈനർ ക്യാൻ ബി എ പാർട്ട്ണർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം മൈനർക്ക് നിധിയിൽ മെമ്പർ ആകാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ മൈനറുടെ പേരിൽ നമുക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. മൈനറുടെ പേരിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. പക്ഷേ അത് ആരുടെ പേരിലായിരിക്കണം? ത്രൂ their natural or legal guardian. What is the difference between natural guardian and legal guardian? I want to know. Because you supposed to know. കോടതി ഗാർഡിയൻ അപ്പോയിന്റ് ചെയ്യോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ കോടതിക്ക് ഗാർഡിയൻ അപ്പോയിന്റ്? ഈ നിരഞ്ജന മാത്രമേ ഇടുന്നത്. നിരഞ്ജന ശരിയാടാ, നിരഞ്ജന അല്ലെങ്കിൽ ഞാൻ പത്ത് പറഞ്ഞ് കുടുങ്ങിയാണ്. നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ യുവർ ബ്ലഡ് റിലേറ്റീവ്സ്. എന്താണ് ലീഗൽ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ഗാർഡിയൻഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. അതിന് ഉദാഹരണം, ഒരു ഫാമിലി പോണ സമയത്ത് ഫാമിലി ആക്സിഡന്റ് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി, കുട്ടി മാത്രമാണെങ്കിലും ആ കുട്ടിക്ക് ഒരു ഗാർഡിയനെ വേണ്ടേ? അപ്പോൾ ഒരു ലീഗൽ ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുമാരെ കോടതി അപ്പോയിന്റ് ചെയ്യും. അത് ഗാർഡിയൻഷിപ്പ് ആക്ട് പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ ലീഗൽ ഗാർഡിയൻ. നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നാളെ ആരെങ്കിലും നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ടേ എനിക്കിത് അറിയാമെന്നാണ്. നിങ്ങൾക്ക് അറിയാത്തതേ ചോദിക്കൂ, അറിയുന്നത് ആരും ചോദിക്കില്ല. അപ്പൊ അത് അറിയില്ല എന്നായാലും വിചാരിക്കുന്നത് നമുക്ക് അറിയുമെങ്കിലോ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ എന്താണ്, a member shall not transfer more than 50% of shareholding during the subsistence of loan or deposit. ഒരു ലോണോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ചെയ്തിട്ടുള്ള ഒരു മെമ്പർ അയാളുടെ ഷെയറുകൾ വിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 50% കൂടുതൽ ഷെയർ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല. 50% താഴെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ഷെയറുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? മെമ്പർഷിപ്പ് ആരൊക്കെയാണുള്ളത്? ഒരു ബോഡി കോർപ്പറേറ്റിനോ ട്രസ്റ്റിനോ എന്താകാൻ പറ്റത്തില്ല? മെമ്പർ ആകാൻ പറ്റത്തില്ല. മെമ്പർഷിപ്പ് ഒരിക്കലും 200-ൽ താഴെ വരാൻ പാടില്ല. മൈനർക്ക് മെമ്പർ ആകാൻ പറ്റില്ല. പക്ഷെ മൈനർക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ആര് വഴി? അയാളുടെ നാച്ചുറൽ ഓർ ലീഗൽ ഗാർഡിയൻ വഴി ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു മെമ്പർ അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ലോണോ ഡെപ്പോസിറ്റോ ഉള്ള ഒരു മെമ്പർ ആണെങ്കിൽ അതിലെ 50% അതിന്റെ ഷെയർ ഹോൾഡിങ്ങിന്റെ 50% കൂടുതൽ അയാൾക്ക് ചെയ്യാൻ പാടില്ല, അയാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി എത്ര ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാം? ബ്രാഞ്ച് അറിയണ്ടേ? നിധിക്ക് ബ്രാഞ്ച് കണ്ടീഷൻ ഉണ്ട്. അവർക്ക് എന്താണ്? അവര് may open branches only if it has earned net profit after tax continuously during the last preceding 3 financial years. കഴിഞ്ഞ 3 preceding financial yearൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിധിയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബ്രാഞ്ച് ഓപ്പൺ. ചുമ്മാ അങ്ങോട്ട് നിധി തുടങ്ങിയിട്ട് ചലവറൊന്നും ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആദ്യം ബിസിനസ് ചെയ്യണം, 3 വർഷം കഴിയണം, ലാഭം ഉണ്ടാക്കിയിരിക്കണം. കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിധിക്ക് മാത്രമേ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ജില്ലയിൽ 3 ബ്രാഞ്ചാണ് മാക്സിമം ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഒരു ജില്ലയിൽ 3 ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഇനി അഥവാ 3 ബ്രാഞ്ചിൽ കൂടുതൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു നിധിക്ക് ഒരു ജില്ലയിൽ 3 ബ്രാഞ്ചിൽ കൂടുതൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? റീജിയണൽ ഡയറക്ടർക്ക് NDH2 എന്നുള്ള ഫോർമാറ്റിൽ ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. ആരാണ് റീജിയണൽ ഡയറക്ടർ? കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ കമ്പനികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും താഴെയുള്ള ഓഫീസിന്റെ പേര് എന്താണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. ഓരോ സ്റ്റേറ്റിലും ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനി അല്ലെങ്കിൽ ROC ഓഫീസ് ഉണ്ടാവും. ഈ ROC ഓഫീസ് വഴിയാണ് നമ്മുടെ ഈ സ്റ്റേറ്റ്, ഇപ്പൊ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ എറണാകുളത്ത് ഒരു ROC ഓഫീസ് ഉണ്ട്. നമ്മളൊരു കമ്പനി രൂപീകരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫയലിംഗ് ചെയ്യുകയാണെങ്കിൽ ROC എറണാകുളത്തിന്റെ ബേസിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ 2-3 സ്റ്റേറ്റുകളുടെ ROCകൾക്ക് മുകളിൽ
ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട്, അതാണ് റീജിയണൽ ഡയറക്ടർ. ഒരു പർട്ടിക്കുലർ 3-4 സ്റ്റേറ്റിനെ ഒരു റീജിയൻ ആക്കി മാറ്റിയിട്ട് ആ റീജിയൻ MC അപ്പോയിന്റ് ആളുണ്ടായാലും എന്താണ് റീജിയണൽ ഡയറക്ടർ. ഓക്കെ, അപ്പൊ ഒരു നിധിക്ക് 3-ലധികം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? NDH2 ആരതിക്ക് പോകണം? റീജിയണൽ ഡയറക്ടർക്ക് അപ്ലിക്കേഷൻ. ഇതൊക്കെ ഓൺലൈൻ ആണ് കേട്ടോ, ഫയൽ ചെയ്യണം. ദെൻ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സ്റ്റേറ്റിലാണോ അതിന്റെ പുറത്ത് അതിന്റെ പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ അവർക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായില്ലേ, കേരളത്തിലെ നിധിക്ക് എവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ? കേരളത്തിൽ മാത്രം. ഒരു സ്റ്റേറ്റിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ എത്രയേ പറ്റത്തുള്ളൂ? 3 മാത്രം. 3-ൽ കൂടുതലാകാമോ? പറ്റും. എങ്ങനെയാ? നിങ്ങൾ റീജിയണൽ ഡയറക്ടറുടെ പെർമിഷൻ വാങ്ങണം. അത് ഏത് ഫോമാണ് കൊടുക്കേണ്ടത്? NDH2 ആണ് കൊടുക്കേണ്ടത്. ഇനി ഒരു ഫോം കൊടുക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാലോചന കേട്ടോ. ഒരു ഫോം വെറുതെ ആരെങ്കിലും സ്വീകരിക്കുമോ? പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ്സ്, പ്രിസ്ക്രൈബ്ഡ് ഫീ, പ്രിസ്ക്രൈബ്ഡ് അറ്റാച്ച്മെന്റ്സ്, പ്രിസ്ക്രൈബ്ഡ് ടൈം, നമുക്കറിയില്ല. എത്ര ഫീസ് നമുക്കറിയോ? ഇല്ല. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഫീ എന്താണ്? അറ്റാച്ച്മെന്റ്. പ്രിസ്ക്രൈബ്ഡ് അറ്റാച്ച്മെന്റ് എവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക? അതിലുണ്ടാവും. നോക്കൂ, യു ഷുഡ് ബി സ്മാർട്ട് ഇനഫ് ടു ആൻസർ. നിങ്ങൾ സ്മാർട്ടും കൂടെ ആവണം. വെറുതെ ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ട് വർക്കും കൂടെ ചെയ്യണം. ഇപ്പൊ ഇതിന്റെ ഫീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് 5000 രൂപ അത് കണ്ടുപിടിച്ചൊന്ന് പോയിട്ടാ നിങ്ങളെ പരീക്ഷ എഴുതുന്നത് 7000 രൂപ ഉണ്ടെങ്കിലോ ഉത്തരം തെറ്റിയില്ലേ? ആവശ്യമില്ല, ടെൻഷൻ ഒന്നും എടുക്കരുത്. ഏതൊരു ഫോം ഫയൽ ചെയ്യുകയാണെങ്കിലും അതിന് എന്തൊക്കെ വേണം? ഫീസ് വേണം, അറ്റാച്ച്മെന്റ്സ് വേണം, വേണ്ടയോ? അതുപോലെ അതിനെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് റിപ്ലൈ ചെയ്യും. അപ്പൊ അത് പ്രിസ്ക്രൈബ്ഡ് സമയത്തും നമ്മൾ റിപ്ലൈ കൊടുക്കണം, എന്നാൽ മാത്രമേ അപ്രൂവ് ചെയ്യത്തുള്ളൂ. ഇത് ജനറൽ ആയിട്ട് എഴുതുക. സ്മാർട്ട് ആൻസേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവർക്കറിയാം നിങ്ങൾ അങ്ങനെ എഴുതിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കമ്പനീസ് ആക്ട് റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പൈസ അടച്ചോളൂ എന്ന് അവർക്കറിയാം. നിങ്ങൾ ആവശ്യമില്ലാണ്ട് പെർഫെക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് നോക്കിയാൽ അപകടമാണ് കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോ പറയുന്നു, പിന്നെയും പറയും, അത് അങ്ങനെ ചെയ്യാൻ പാടും. അനാവശ്യ പെർഫെക്ഷൻ ഒന്നും വേണ്ട. രൂപ ഡേ ഒന്നും ഓർമ്മയില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് അറിയണം. പ്രിസ്ക്രൈബ്ഡ് ടൈം, പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ്, പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ്. അപ്പൊ ഡോക്യുമെന്റ് വിൽ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് എനിക്കറിയാം. when I am become a company secretary, when I am going to file, I will go and check and do it എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നമുക്ക് ഉത്തരം മാർക്ക് കിട്ടും. തെറ്റാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ ബ്രാഞ്ച് എന്താണ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ, വേറൊരു സ്റ്റേറ്റിൽ അവർക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിലോ അതിന് ബോർഡിന്റെ അപ്രൂവൽ വേണം. ബോർഡിന്റെ അപ്രൂവൽ വേണം, റീജിയണൽ ഡയറക്ടറിന്റെ അപ്രൂവൽ. ഏതാ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ, നിധി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അപ്രൂവ് ചെയ്യണം, റീജിയണൽ ഡയറക്ടറും അപ്രൂവ് ചെയ്യണം. പുറമെ ഒരു പബ്ലിക് അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യണം, വെബ്സൈറ്റിൽ ഇടണം, നോട്ടീസ് ബോർഡിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെന്റ് ഇടണം. എന്നിട്ട് മാത്രമേ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. രജിസ്ട്രാറേയും ഇൻഫോം ചെയ്യണം. ആരാ രജിസ്ട്രാർ? രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. വീണ്ടും ഞാൻ പറയുന്നു, ഒരു നിധി ഒരു ബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് എന്ത് വേണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്രൂവൽ വേണം, റീജിയണൽ ഡയറക്ടറുടെ അപ്രൂവൽ വേണം, പബ്ലിക് അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അഡ്വർടൈസ്മെന്റ് പരസ്യം കൊടുക്കണം, അത് നിങ്ങളുടെ നോട്ടീസ് ബോർഡിൽ ഇടണം, നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇടണം. ദെൻ രജിസ്ട്രാറെ ഇൻഫോം ചെയ്യണം. ഈ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുന്നത്, അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഏത് ഭാഷയിലാണ് കൊടുക്കുന്ന സംശയമുണ്ടോ? 2 ഭാഷയാണ് വേണ്ടത്, ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് വെർണാക്കുലർ ലാംഗ്വേജിലും. ഇനി ഒരു ലിസ്റ്റഡ് കമ്പനി, ഇതിൽ ലിസ്റ്റഡ് കമ്പനി വരില്ല, പക്ഷെ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്, മിനിമം ആണ് പറഞ്ഞത് കേട്ടോ, ഇംഗ്ലീഷും വെർണാക്കുലർ ലാംഗ്വേജും. പക്ഷേ നിങ്ങൾക്ക് 4 ഭാഷയിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഉദാഹരണം കർണാടകയിലാണ് കൊടുക്കണമെന്ന് കരുതുക. കർണാടകയിൽ പ്രഡോമിനന്റ്ലി 3-4 ഭാഷ സംസാരിക്കും. കന്നഡ, തുളു, കൊങ്കിണി, ഹിന്ദി ഇതൊക്കെ സംസാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കർണാടകയിൽ നിധി കമ്പനി ആണെങ്കിൽ നിങ്ങൾ വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കന്നഡയിലും കൊടുക്കണം, ഇംഗ്ലീഷിലും കൊടുക്കണം, വേണമെങ്കിൽ നിങ്ങൾക്ക് തുളുവിലും കൊങ്കിണിയിലും ഹിന്ദിയിലൊക്കെ കൊടുക്കാം. പക്ഷെ മിനിമം 2 ഭാഷ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അവിടുത്തെ വെർണാക്കുലർ ലാംഗ്വേജിൽ കൊടുക്കേണ്ടതാണ് കേട്ടോ. Then acceptance of deposits. ഡെപ്പോസിറ്റ്സിന്റെ ആക്സെപ്റ്റൻസുമായിട്ടാണ് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മിനിമം ടേം എത്രയായിരിക്കാം? 6 മാസം, മാക്സിമം ടേം 60 മാസം. അതായത് 6 മാസം മുതൽ 60 മാസത്തെ FDകളാണ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുക. ഇനി റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ 12 മാസം മുതൽ 60 മാസത്തെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അവർക്ക് സ്വീകരിക്കാം. ഒരു സേവിങ്സ് അക്കൗണ്ടിൽ
മാക്സിമം 1 ലക്ഷം രൂപ മാത്രമേ ഇൻട്രസ്റ്റോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ വേണമെങ്കിൽ 5 ലക്ഷം രൂപ സേവിങ്സ് അക്കൗണ്ടിൽ നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ 1 ലക്ഷത്തിന് മാത്രമേ നിങ്ങൾക്ക് പലിശ കിട്ടുകയുള്ളൂ. ഒരു സേവിങ്സ് അക്കൗണ്ടിൽ 1 ലക്ഷത്തിന് മാത്രമാണ് ഇൻട്രസ്റ്റ് കിട്ടുക. അതിൽ കൂടുതലുള്ള പൈസയ്ക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതല്ല ആ നിധി കമ്പനിയിൽ. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? നാഷണലൈസ്ഡ് ബാങ്കിന്റെ സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിൽ നിന്നും 2% കൂടാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാമോ സേവിങ്സ് അക്കൗണ്ടിൽ എത്ര ഇൻട്രസ്റ്റ് ബാങ്കിൽ? SBI അക്കൗണ്ടിൽ എത്ര ഇൻട്രസ്റ്റ്? ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പൊ തന്നെ. നിങ്ങൾ ആ ഫോം കൊടുക്കാൻ ചിലപ്പോഴില്ല. 12% ഇന്ത്യയിലില്ല അങ്ങനൊരു പലിശ. ലോണിനാണത്. സേവിങ്സ് അക്കൗണ്ടിന് 3 മുതൽ 3.5% വരെയാണ് പലിശ ഇന്ത്യയിലുള്ളത്. 3-3.5%. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് എന്താ സേവിങ്സ് ഉള്ളത്? സേവിങ്സ് ഉണ്ടോ നിങ്ങളുടെ അക്കൗണ്ടിൽ? 5 ലക്ഷം 6 ലക്ഷം 2 ലക്ഷം രൂപ ബാലൻസ് ഇല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുക? കിട്ടുന്ന പൈസ പിറ്റേ ദിവസം രാവിലെ പുട്ടടിക്കാനുള്ള വഴി നോക്കി ഇറക്കുമല്ലേ? അപ്പൊ നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് അറിയാം അവരുടെ അക്കൗണ്ട് വരുന്നുണ്ടാവും. അവർക്ക് ഒരു ക്വാർട്ടർലി അവർക്ക് 3 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് വരാം. 3%, 3.5% പലിശ. 4% കോട്ടക് ബാങ്ക് കൊടുക്കുന്നുണ്ട്. 7% FDയുടെ ഇൻട്രസ്റ്റ് ആണ്. 7-7.5% FDയുടെ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഡെപ്പോസിറ്റ് ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എത്രയാണോ അതിനേക്കാട്ടിലും 2% കൂടാൻ പാടില്ല. അപ്പൊ അതിനേക്കാട്ടും കൂടുതൽ പലിശ ആർക്ക് കൊടുക്കാം? നിധിക്ക് കൊടുക്കാം. Then interest on FD and recurring deposit not exceeding the maximum rate prescribed by RBI for NBFC. സേവിങ്സ് ബാങ്കിന്റെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ 2% കൂടുതൽ കൊടുക്കാം. 2% കൂടുതൽ കൊടുക്കാമെന്ന് പറയുമ്പോൾ FDക്കും റെക്കറിംഗ് ഡെപ്പോസിറ്റിനും റിസർവ് ബാങ്ക് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതേ കൊടുക്കാൻ പാടുള്ളൂ. വീണ്ടും പറയട്ടെ ഡെപ്പോസിറ്റിനെ കുറിച്ച് ഒന്നും കൂടെ. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ FD 6 മാസം മുതൽ 60 മാസത്തേക്ക് എടുക്കാം. RD 12 മാസം മുതൽ 60 മാസത്തേക്ക് എടുക്കാം. പലിശ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മാക്സിമം 1 ലക്ഷത്തിന് മാത്രമാണ് പലിശ ലഭിക്കത്തുള്ളൂ. ദെൻ ആ പലിശ എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ട് റേറ്റിനെക്കാട്ടിലും 2% കൂടാൻ പാടില്ല. അതേസമയം FD ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ FDക്കും RDക്കും എത്ര ഇൻട്രസ്റ്റ് ആണോ പറഞ്ഞിട്ടുള്ളത്, NBFCക്ക് പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. Unencumbered term deposit. Unencumbered and unencumbered എന്ന് പറഞ്ഞാൽ എൻകംബറൻസ് എന്താണ്? ഞാൻ സത്യമായിട്ട് ഉത്തരം പറഞ്ഞു ചെല്ലുമ്പോൾ ചോദിക്കണേ അല്ലേ അതാണ് ഉറപ്പാണോ? എൻകംബറൻസ് പറഞ്ഞ ബാധ്യത എന്നർത്ഥം. എൻകംബറൻസ് പറഞ്ഞാൽ അതിന് നമ്മൾ അൺഎൻകംബേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യതയും ഇല്ലാത്തത് എന്നുള്ളതാണ്. എൻകംബറൻസ് നമ്മളൊരു സ്ഥലമൊക്കെ നിങ്ങളുടെ വീട്ടിൽ സ്ഥലത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിന് മലയാളത്തിൽ പറയുന്ന പേരെന്താണ്? കുടിക്കട സർട്ടിഫിക്കറ്റ്. കുടിക്കട സർട്ടിഫിക്കറ്റ് മലയാളം അറിയില്ല അല്ലേ? മലയാളമൊക്കെ അറിയണം. ലിമിറ്റഡ് എന്നുള്ള വാക്കിന്റെ മലയാളം വാക്ക് എന്താ? പെട്ടു. ലിമിറ്റഡ് മലയാളത്തിൽ ഏതായാലും സാർ അതാണ് പറഞ്ഞത്. ലിമിറ്റഡ് എന്നുള്ള വാക്കിന്റെ മലയാളം എന്താ? മലയാളം വാക്ക് എന്താ? അത് ലിമിറ്റ്. ലിമിറ്റഡ് മലയാളം. മലയാളി എത്ര? ഞങ്ങൾ മലയാളി ഇല്ല. എന്താ പറഞ്ഞേ നിരഞ്ജന? അറിയാല്ല അറിയണമല്ലോ. അറിയില്ല ക്ലിപ്തം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കത്ത് കാണാൻ പറ്റും. ക്ലിപ്തം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിപ്തം നമ്മള് ഞാൻ എന്താ അത് പറഞ്ഞറിയാം. നിങ്ങൾക്ക് ഇത് പറഞ്ഞതല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പല ഇന്റർവ്യൂവിലൊക്കെ സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചില ചുരുപ്പിച്ചീട്ടുകൾ ഉണ്ടാവണം. അതിലെ വീഴ്ത്താൻ പറ്റും, നമുക്ക് കടക്കൊന്ന് വീഴ്ത്താൻ പറ്റും. ചെറിയ സംഭവമാണ്. പക്ഷെ നമ്മളത് ഇല്ലെങ്കിലോ അയാൾ നമ്മളെ അടിച്ച് തൂഫാനായിട്ട് അട്ടത്ത് കരികളെ കഴിക്കും. നമ്മുടെ കഥ നമ്മുടെ ജോലി കിട്ടിയൊന്നും കിട്ടില്ല. പ്രൊഫഷണൽ പഠിക്കുമ്പോൾ ഹൗ ടു പ്രസന്റ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ് എന്നൊരു പോയിന്റ് ഉണ്ട്.
അതിൽ പറയുന്നുണ്ട്, your argument may not win a case for you, but the impression what you make in the minds of the judge can make you a winner. നിങ്ങളുടെ ആർഗ്യുമെന്റ് ആയിരിക്കില്ല പലപ്പോഴും നിങ്ങളെ വിജയിപ്പിക്കുന്നത്, പക്ഷെ നിങ്ങൾ എന്ത് ഇംപ്രഷനാണ് ആ ജഡ്ജിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ചിലപ്പോൾ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചില വക്കീൽ ചെല്ലുമ്പോൾ പൊട്ടാത്ത കേസ് പൊട്ടുന്നതും ജയിക്കാത്ത കേസും ജയിക്കുന്നതും. ഇതേ പുസ്തകം പഠിച്ച് ഇതേ കോളേജിൽ പഠിച്ച് ഇതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള വക്കീൽ പോയാൽ ആ കേസ് തോറ്റുകൊണ്ടേയിരിക്കും. So we need to create an impression. Impression creation ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി സെക്രട്ടറിക്ക് ഇത് ആവശ്യമാണ്. നിങ്ങൾ കോടതിയിലൊക്കെ പോവില്ലേ, NCLT-ലും ഒക്കെ പോവും, പോലീസൊക്കെ നിങ്ങളെ പിടിക്കും. അപ്പൊ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റണ്ടേ? പോലീസൊക്കെ പിടിക്കും. പോലീസ് unencumbered deposit, unencumbered term deposit. Every Nidhi shall invest അവരുടെ term depositന്റെ at least 10% of the deposit outstanding in unencumbered terms deposit with scheduled commercial bank or post office deposit in its own name. എത്ര ഡെപ്പോസിറ്റുകളാണോ ഒരു നിധി സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ 10% ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ അൺഎൻകംബേർഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ആര് സൂക്ഷിക്കണം? ഒരു നിധി സൂക്ഷിക്കേണ്ടതാണ്. അതിന്റെ അകത്ത് എന്താണ്? 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് എന്തെങ്കിലുണ്ടെങ്കിൽ 10,000 രൂപ അവരെവിടെയാണ് ഒരു ബാധ്യതയുമില്ലാത്ത ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ അവിടെ എഴുതണം പോസ്റ്റ് ഓഫീസിലോ ഡെപ്പോസിറ്റ്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. SLR, CRR എന്നൊക്കെ പറയുന്നുണ്ട്, അതുപോലെയാണ്. ദെൻ ലോണുകൾ, ലോൺസ് ബൈ നിധി. ലോണുകൾ എന്താണ്? ലോൺസ് ഓൺലി ടു മെമ്പേഴ്സിന് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് എത്ര ലോൺ കൊടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എത്രമാത്രം ഡെപ്പോസിറ്റ് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ്. അതായത് കമ്പനിയുടെ ഡെപ്പോസിറ്റ് 2 കോടി, ടോട്ടൽ നിധി കമ്പനിയിൽ 2 കോടിയിൽ താഴെയാണ് ഡെപ്പോസിറ്റ് എങ്കിൽ ഒരു മെമ്പർക്ക് 2 ലക്ഷം രൂപ വരെ മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. അതായത് നിധി കമ്പനിയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു മെമ്പർക്ക് ലോൺ കൊടുക്കാം. നിങ്ങൾക്ക് 2 കോടി മുതൽ 20 കോടി വരെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്താ ഒരു മെമ്പർക്ക് ലോൺ കൊടുക്കാം. നിങ്ങൾക്ക് 20 കോടി മുതൽ 50 കോടി വരെയാണ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 12 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അതേസമയം 50 കോടിയിൽ കൂടുതലാണെങ്കിൽ 15 ലക്ഷം രൂപ വരെ ഒരു മെമ്പർക്ക് ലോൺ കൊടുക്കാം. അതായത് ഞാനൊരു നിധിയുടെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നിധിയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 50 കോടിയിൽ കൂടുതലാണെങ്കിൽ ഒരു മെമ്പർക്ക് എത്ര മാക്സിമം ലോൺ കിട്ടും? 15 ലക്ഷം രൂപ വരെ. 15 ലക്ഷം രൂപ വരെ. 2 കോടി വരെ ആണെങ്കിൽ 2.5 ലക്ഷം അല്ലെ? 2 കോടി വരെയാണെങ്കിൽ 2 ലക്ഷം. 20 കോടി വരെയാണെങ്കിൽ 7.5 ലക്ഷം. ദെൻ 50 കോടി വരെയാണെങ്കിൽ 12 ലക്ഷം. ദെൻ 50 കോടിക്ക് മുകളിലാണെങ്കിൽ 15 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും ഒരാൾക്ക്. If Nidhi has not made profit continuously in 3 preceding financial year. ഇനി ഒരു നിധി കുറെ കാലമായിട്ട് നടക്കുന്ന കമ്പനിയാണ്, ധാരാളം ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല? ലാഭം ഉണ്ടാക്കാത്ത, തുടർച്ചയായിട്ട് ലാഭം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ടിന്റെ 50% ലോൺ കൊടുക്കാൻ പാടുകയുള്ളൂ. Then a member who has defaulted in repayment of any earlier loan is not eligible for further loan. ഏതെങ്കിലും ഒരു മെമ്പർ ആൾറെഡി ലോൺ എടുത്ത് തിരിച്ചു തരാത്ത മിടുക്കനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ലോണ് കൊടുത്തുകൂടാ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? നോട്ട് എക്സീഡിംഗ് 7.5% above the highest rate of interest offered on deposits by the നിധി. നിധി എത്രയാണോ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതിന്റെ 7.5% കൂടാൻ പാടില്ല. എത്രയാണോ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നിധി കൊടുക്കുന്നത് 6% ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എങ്കിൽ 13.5% ലോണിന് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടിലും 7% കൂടുതലാകാം മാക്സിമം ലോണിന് ഇൻട്രസ്റ്റ്. ഒരു ബാങ്കിന്റെ വരുമാനം എന്താ? ഇൻട്രസ്റ്റ് അല്ലേ? നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അല്ലേ? എന്താ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം? ഡെപ്പോസിറ്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ലോണിന് നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതിന്റെ ഗ്യാപ്പ് അല്ലേ ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്. ആ ലാഭം 7% കൂടാൻ പാടില്ല. ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടിലും 7% കൂടാൻ പാടില്ല. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡിലായിരിക്കണം. എന്താ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാല്?
നിങ്ങൾ അടയ്ക്കും തോറും എമൗണ്ട് കുറയും. ആ കുറഞ്ഞ എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിക്കൂടാ. എന്താ ഫിക്സഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1 ലക്ഷം രൂപ ലോൺ എടുത്താൽ എപ്പോഴും ഇൻട്രസ്റ്റ് 1 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. റെഡ്യൂസിംഗ് ബാലൻസ് പറഞ്ഞാലോ, നിങ്ങൾ തിരിച്ചടക്കുന്നതനുസരിച്ച് എമൗണ്ട് കുറയുമ്പോൾ അടുത്ത മാസം 80,000 ആയിട്ടുണ്ടെങ്കിൽ 80,000 പലിശ കണക്കാക്കുള്ളൂ എന്നുള്ളതാണ്. ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്, ഡയറക്ടർ ഷാൽ ബി ദ മെമ്പർ ഓഫ് നിധി. വീണ്ടും പറയുന്നു, ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാൻ നിങ്ങൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകണമെന്നില്ല. എന്നാൽ നിധിയിൽ ഡയറക്ടർ ആകണമെങ്കിൽ മെമ്പർ ഉണ്ട്. സാധാരണ കമ്പനിയും നിധിയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന 2 പോലെ രാജ്യസഭ പറഞ്ഞത്. സാധാരണ കമ്പനിക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വേണ്ട. നിധിക്ക് എത്ര വേണം? 10 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വേണം. കമ്പനിയുടെ ഡയറക്ടർ ആകാൻ മെമ്പർ ആകണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നിധിയുടെ ഡയറക്ടർ ആകാൻ നിങ്ങൾ നിർബന്ധമായിട്ടും മെമ്പർ ആയിരിക്കണം. ഒരാൾക്ക് മാക്സിമം 10 വർഷമാണ് ബോർഡിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വേറൊരു കമ്പനിക്കും ഇല്ല. ഒരു ഡയറക്ടർക്ക് മാക്സിമം 10 വർഷമാണ് ഡയറക്ടർ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ ഈ 10 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കൂളിംഗ് ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് ഡയറക്ടർ ആകാം. ഒരു സമയത്ത് 10 വർഷം മാക്സിമം, 10 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് ഡയറക്ടർ ആകാം. അയാള് ഡിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. നമ്മൾ ആധാറൊക്കെ ഉള്ളതുപോലെ ഓരോ ഡയറക്ടർക്കും ഒരു ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ നിധിക്കും ആവശ്യമാണ്. ഒരു നിധി ഷാൽ നോട്ട് ഡിക്ലെയർ ഡിവിഡൻഡ് എക്സീഡിംഗ്. മാക്സിമം എത്ര ഡിവിഡൻഡ് ആണ് ഒരു നിധി കൊടുക്കുക? ഒരു ഫിനാൻഷ്യൽ ഇയറിലെ 25% കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. ഒരു നിധി എത്ര ലാഭം ഉണ്ടാക്കിയാലും മാക്സിമം എത്ര ഡിവിഡൻഡ് കൊടുക്കാവൂ? 25% കൊടുക്കാവൂ. അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഇത്രയാണ് നിധിയെ കുറിച്ചിട്ടുള്ളത്. നമ്മൾ നിധിയിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. സെക്ഷൻ 8 കമ്പനി നമ്മൾ അടുത്ത ആഴ്ച എടുക്കാം. നാളെ നമ്മൾ കമ്പനി ലോൺ എടുക്കുന്നത് കേട്ടോ. ഇത് നല്ല ടോപ്പിക്കാണ്, നമ്മളത് വായിച്ചു നോക്കുക. ഇതിന്റെ വീഡിയോ ഞാൻ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്തിട്ട് അയച്ചു തരാം. നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം കേട്ടോ. CSD ക്ലാസ് വിട്ടു തരാം. ഓക്കെ.